ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും ക്രിസ്മസ് എക്സാമിന് ഒരുക്കത്തിലാണെന്നറിയാം. കുറച്ച് പേർക്കൊക്കെ ടെൻഷനൊക്കെ ഉണ്ടാവും. കാര്യം സിലബസ് മാറിയിരിക്കുകയാണ്. ഓൺ എക്സാം കുറച്ച് ടഫായിരുന്നു. അപ്പോൾ യാതൊരുവിധ ടെൻഷൻ്റെയും കാര്യമില്ല. റിലാക്സ് ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ മിസ് എന്ന് വന്നിരിക്കുന്നത് ചാപ്റ്റർ 4 കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസം അല്ലെങ്കിൽ ജീവികളിലെ രാസസംവേദം എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനാണ്. ഈ പേരിൽ തന്നെയുണ്ട് ഈ ചാപ്റ്റർ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളത്. ഒന്ന് നോക്കിയിട്ട് കീമോ എന്ന് പറഞ്ഞാൽ എന്താ? കീമോ എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിക്കൽസ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ മനുഷ്യൻ്റെ ആയിക്കോട്ടെ, ജന്തുജാലങ്ങളുടെ ആയിക്കോട്ടെ, പ്ലാന്റ്സിൻ്റെ ഒക്കെയാലും ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ കെമിക്കൽ മെസ്സഞ്ചർ ബോഡിയിലുണ്ട്. ആ കെമിക്കൽ മെസ്സഞ്ചറിൻ്റെ പേര് നമ്മൾ പൊതുവെ വിളിക്കുന്ന ഹോർമോൺസ് എന്നാണ്. ഈ ഹോർമോൺസുകളുടെ പ്രവർത്തനം മൂലമാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നു. ഓക്കെ, നമ്മൾ വളരുന്നുണ്ട്, ഒരു പ്രായം എത്തുമ്പോൾ വളർച്ച നിൽക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ബോഡിയിൽ വാട്ടർ ബാലൻസ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ബോഡിയിൽ ഷുഗറിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ കുറയ്ക്കുന്നുണ്ട്, കാൽസ്യത്തിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ കുറയ്ക്കുന്നുണ്ട്, കുറഞ്ഞു പോവുകയാണെങ്കിൽ കൂട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആരാണ്? ഹോർമോൺസ് ആണ്. ഇനി ഹോർമോൺസിന് ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും. അതൊക്കെ എന്താണ്? ഈ ഹോർമോൺസിൻ്റെ കളികളാണ്. അപ്പോൾ ഈ ഹോർമോൺസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത്. അല്ലെങ്കിൽ മൊത്തമുള്ളത് ഹോർമോൺസിനെ കുറിച്ചിട്ടാണ്. ടൈം മിസ് ഒട്ടും കളയുന്നില്ല, നേരെ ചാപ്റ്ററിലേക്ക് അടയ്ക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് പറയുന്ന ഹോർമോൺസും ലൈഫ് പ്രോസസ്സാണ്. ഹോർമോണും അതുപോലെ ജീവൽ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ്. ഈ ഹോർമോൺസ് പ്രത്യേകിച്ച് പോകാനായിട്ട് കുഴലുകളൊന്നുമില്ല, ബ്ലഡിൻ്റെ ഒപ്പമാണ് പോകുന്നത് എന്ന് കരുതിയിട്ട് എല്ലാ സെൽസിലും ചെന്നിട്ട് എന്ത് ചെയ്യുന്നില്ല, അവർ ആക്റ്റീവ് ആകുന്നില്ല. അവർ ഏത് സെൽസിലാണോ അവർക്ക് പ്രവർത്തിക്കേണ്ടത് ആ പ്രവർത്തിക്കുന്ന ആ സെൽസിൽ മാത്രമാണ് അവരെന്ത് ആക്ടിവേറ്റ് ആകുന്നത്. അതല്ലാത്ത ഒരു സെൽസിനെയും അവരെന്ത് ചെയ്യുന്നില്ല, ശല്യം ചെയ്യുന്നില്ല. കുറച്ചും കൂടി എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സ്കൂളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരുപാട് ക്ലാസ്സുകളൊക്കെ കിടക്കുന്നുണ്ടാകും. അതിനകത്ത് 8ാം ക്ലാസ് ഭയങ്കര രസമായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ് നല്ല സൂപ്പറാണ് എന്ന് കരുതിയിട്ട് നിങ്ങൾ 8ാം ക്ലാസ്സിൽ കയറിയിരിക്കോ? ഇല്ല. നിങ്ങൾക്കറിയാം നിങ്ങൾ 10th സ്റ്റാൻഡേർഡിലെ കുട്ടിയാണ്, അപ്പോൾ ഞാൻ 10th സ്റ്റാൻഡേർഡിലാണ് ഉള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെ പോയിരിക്കുള്ളൂ? 10th. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് 10th ആണ്, 10th തന്നെ പോയിരിക്കുള്ളൂ. അത് തന്നെയാണ് നമ്മുടെ ഹോർമോൺസും ചെയ്യുന്നത്. അതായത് അവർ മറ്റ് സെൽസൊക്കെ കാണുന്നുണ്ടെങ്കിലും അവരെവിടെയാണോ വർക്ക് ചെയ്യേണ്ടത് അവിടെ മാത്രമേ അവർ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ഹോർമോണുകളും എല്ലാ കോശങ്ങളിലും അല്ലെങ്കിൽ എല്ലാ സെൽസിലും പ്രവർത്തിക്കുന്നില്ല. ഓരോ ഹോർമോണുകളും പ്രവർത്തിക്കുന്ന ആ ഒരു സെല്ലിനെ അതിൻ്റെ ലക്ഷ്യകോശം അല്ലെങ്കിൽ ടാർഗറ്റ് സെൽ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതായത് എല്ലാ സ്ഥലത്തും ചെന്ന് അവർ വർക്ക് ചെയ്യുന്നില്ല. അവർക്കൊരു ലക്ഷ്യകോശമുണ്ട്, ഒരു ടാർഗറ്റ് സെല്ലുണ്ട്. അവിടെ മാത്രമേ അവരെന്ത് ചെയ്യുന്നുള്ളൂ, പ്രവർത്തിക്കുന്നുള്ളൂ. ഇനി പറയുന്നത് കണ്ട, അവർക്കൊരു റിസപ്റ്റർ ഉണ്ടാവും. ഈ പറയുന്ന ആ ഒരു സെൽസിനകത്ത് ഒരു റിസപ്റ്റർ മെംബ്രെയിൻ, സെല്ലിൻ്റെ മെംബ്രെയിനായിട്ട് ഒരു റിസപ്റ്റർ ഉണ്ട്. ഈ റിസപ്റ്ററായിട്ട് കൂടിച്ചേർന്നിട്ടാണ് നമ്മുടെ ഹോർമോണുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനായിട്ട്, അതായത് മലയാളത്തിലും റിസപ്റ്റർ എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഏതൊരു ഹോർമോണിൻ്റെയും ലക്ഷ്യകോശത്തിന് അതിന് അനുയോജ്യമായിരിക്കുന്ന ഒരു റിസപ്റ്റർ ഉണ്ടാവും. അതെവിടെയാണ്? കോശസ്തരത്തിൽ അല്ലെങ്കിൽ സെൽ മെംബ്രെയിനിലാണ് കാണപ്പെടുന്നത്. ഈ ഹോർമോൺസ് വന്നു കഴിഞ്ഞിട്ട് ഈ പറയുന്ന ആ റിസപ്റ്ററായിട്ട് കൂടി ഒരു ബൈൻഡ് ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ബെഞ്ചിലും ചെന്ന് നിങ്ങൾ ഇരിക്കുന്നുണ്ട്. ആ ബെഞ്ചും നിങ്ങളും തമ്മിൽ എന്താണ്? ഒരു ബോണ്ട് ഉണ്ട്. ഒരുമിച്ചിരിക്കുമ്പോൾ എന്താണ്? ഒരു ബോണ്ട് ഫീൽ ആകുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹോർമോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ റിസപ്റ്ററായിട്ട് കൂടി ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു? റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്നുണ്ട്. ഈ റിസപ്റ്റർ കോംപ്ലക്സ് ആണ് പിന്നീട് ആ സെൽസിനകത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത്. ഇനി ട്രാൻസ്പോർട്ട് ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽ ഹോർമോൺസ്. ഇനി എങ്ങനെയാണ് ജന്തുക്കളിലായാലും അതുപോലെ പ്ലാന്റ്സിലായാലും ഹോർമോണുകൾ സംവഹനം ചെയ്യുന്നതെന്ന് പറയാം. ഇനി ജന്തുക്കളിലാണെങ്കിൽ എന്താണ്? എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അല്ല, അന്തസ്രാവി ഗ്രന്ഥികളാണ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവർക്ക് പോകാനായിട്ട് പ്രത്യേകിച്ച് കുഴലുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? രക്തത്തിലൂടെ, പാവങ്ങളാണ്, വലിയ ജാടകളൊന്നുമില്ല, പാവം നമ്മുടെ ഈ പറയുന്ന ബ്ലഡിൻ്റെ ഒപ്പം ഒഴുകി അങ്ങ് പോകുന്നുണ്ട്. ഇനി പ്ലാന്റിൻ്റെ കേസിലാണെങ്കിൽ പ്ലാന്റിൻ്റെ ഈ പറയുന്ന വേരിൽ, റൂട്ടിൽ, അതുപോലെ കാണ്ഡം, സ്റ്റെമ്മിൽ, അല്ലെങ്കിൽ എന്താണ് ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ അഗ്രഭാഗങ്ങളിൽ, ഓക്കെ, അവിടെയൊക്കെയാണ് എന്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ വിത്തുകളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ തളിരിലകളൊക്കെ ഇല്ല, അവിടെയൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സിൽ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് മറ്റു കോശങ്ങളിലേക്ക് പോകാനായിട്ട് സൈലോം ഫ്ലോയോ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ അല്ലേടാ? അപ്പോൾ പ്ലാന്റ്സിൽ ഇങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സംവഹനം നടത്തുന്നത്. അതേസമയം ആനിമൽസിലാണെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ എന്താ, രക്തത്തിലൂടെയാണ് പോകുന്നത്. ഇനി ഓക്സിൻ, അതായത് നമ്മുടെ പ്ലാന്റ് ഹോർമോൺസ് പറയുകയാണെങ്കിൽ 5 പ്ലാന്റ് ഹോർമോൺസുകളാണ് നമുക്കുള്ളത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഹോർമോണാണ് ഓക്സിൻ. ഓക്സിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓക്സിന് നമ്മുടെ ഈ പറഞ്ഞ സൂര്യപ്രകാശത്തോട് അല്ലെ പ്രകാശത്തിനോട് ഒരു പ്രത്യേക ഒരു പേടിയുണ്ട്. പുള്ളിക്കാരൻ എപ്പോഴും ഒളിഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് പ്ലാന്റ് ആണെന്ന് കരുതുക, പ്ലാന്റിൻ്റെ തൊട്ട് മുകളിലാണ് നമ്മുടെ സൂര്യൻ വന്ന് നിൽക്കുന്നതെങ്കിൽ ഈ ഓക്സിജൻ എന്താണ്, ഈക്വലി എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ നിൽക്കും. കാര്യം ഞാൻ എവിടെ നിന്നാലും വെയിൽ കൊള്ളും എന്നറിയാം. അപ്പോൾ ഈക്വലി എന്ത് ചെയ്യുന്ന ഈ ഓക്സിജൻ എല്ലാ ഭാഗത്തേക്കും നിൽക്കുന്നുണ്ട്. അതേസമയം ഈ സൂര്യൻ ഈ പ്ലാന്റിൻ്റെ സൈഡിലാണെന്നെങ്കിൽ
നമ്മുടെ ഈ പറയുന്ന ഓക്സിൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ ഒരു സൈഡിലേക്ക് ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്, സൂര്യൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുകയും എന്നിട്ട് ഈ ഒരു ഭാഗത്തെ വളർച്ചയ്ക്ക് സഹായമാവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് പ്ലാന്റ്സ് വളരുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ കണ്ടിട്ടില്ലേ സൂര്യൻ ഏത് ഭാഗത്താണ് ആ ഭാഗത്തേക്ക് വളഞ്ഞു വളരുന്നുണ്ട്. അതായത് ട്രോപ്പിക് മൂവ്മെന്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി എനിക്ക് 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചാണ്. ആ ട്രോപ്പിക് മൂവ്മെന്റിന് സഹായിക്കുന്ന ഹോർമോൺ ആരാണ്? ഓക്സിനാണ്. അതുകൊണ്ടാണ് പ്ലാന്റ് ഇങ്ങനെ വളഞ്ഞ് വളരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ പറയുന്ന സസ്യത്തിന്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മുടെ സൂര്യൻ ഇരിക്കുന്നതെങ്കിൽ അത് ഈക്വലി എല്ലാവർക്കും തുല്യമായിട്ട് വിതരണം ചെയ്തിട്ടാണ് ഓക്സിൻ ഇരിക്കുന്നത്. ഈക്വലി എന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് യൂണിഫോമിലി. കാരണം തൊട്ട് മുകളിലാണ് നിൽക്കുന്നത്, അപ്പോൾ സൂര്യനെ കാണാതെ നിൽക്കാൻ പറ്റില്ല എന്ന് ഓക്സിൻ അറിയാം. ഇനി അതേസമയം നമ്മുടെ ഈ പറയുന്ന സൈഡിലാണ് സൂര്യൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് ആര് മാറുന്നുണ്ട്? ഓക്സിൻ മാറുന്നുണ്ട്. അതിനനുസരിച്ച് എന്താണ് ഓപ്പോസിറ്റ് ഭാഗങ്ങളിലെ ഗ്രോത്തിന് ഓക്സിൻ സഹായിക്കുന്നു. അതുവഴി പ്ലാന്റ് വളഞ്ഞു വളരുന്നു. ഓക്കെ അല്ലേ? ഇനി അടുത്തത് പ്ലാന്റ് ഹോർമോൺസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്ലാന്റ് ഹോർമോൺസിൻ്റെ നമ്മൾ അതിൻ്റെ ഫംഗ്ഷനിലേക്ക് അങ്ങ് ഡയറക്റ്റ് അങ്ങ് കിടക്കാം. ഓൾറെഡി മിസ് പറഞ്ഞിരുന്നു 5 ഹോർമോൺസുകളാണുള്ളത്. ഈ 5 ഹോർമോൺസുകൾ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഗ്രോത്ത് ഹോർമോൺസ് എന്നും ഒന്ന് ഇൻഹിബിറ്ററി ഹോർമോൺസ് എന്നും. ഗ്രോത്ത് ഹോർമോൺസ് എന്ന് വെച്ചാൽ നമ്മുടെ സസ്യങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്ന ഹോർമോണുകളാണ് എന്ത്? ഗ്രോത്ത് ഹോർമോൺസ് അല്ലെങ്കിൽ വളർച്ചാ ഹോർമോൺസ്. ആ പേരിൽ തന്നെ അറിയാം. ഇൻഹിബിറ്ററി ഹോർമോൺ എന്താണ്? അതായത് വളർച്ചയെ മന്ദീഭവിപ്പിക്കുന്ന, അതായത് നമ്മുടെ ഇലയൊക്കെ കൊഴിഞ്ഞു വീഴുന്നുണ്ട് അല്ലേ, അത് എന്നും അവിടെ അല്ലേ നിൽക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ഫ്രൂട്ടും എന്ത് ചെയ്യുന്നുണ്ട്? കൊഴിഞ്ഞു വീഴുന്നുണ്ട്. അത് അങ്ങനെ തന്നെ സ്റ്റക്കായിട്ടല്ല നിൽക്കുന്നത്, അത് കൊഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ് ഇൻഹിബിറ്ററി ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. മക്കളെ ഇത് നോക്കിയടാ, ഈ ഒരു ഘട്ടം എല്ലാ പ്ലാന്റും കടന്നു പോയിട്ടുണ്ടാവും. അതായത് ഈ പറയുന്ന വിത്ത് മുളയ്ക്കുക, അത് വിത്ത് കുറച്ചാൾ അങ്ങനെ കിടക്കും. അതിന് കറക്റ്റായിട്ടുള്ള ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോഴാണ് അതിൽ നിന്നൊരു മുളയൊക്കെ വരുന്നത് അല്ലേ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഈ ഒരു ഇത്രയും സ്റ്റേജ് മുള വരുന്നവരുള്ള സ്റ്റേജിൽ സഹായിക്കുന്ന 3 ഹോർമോൺസ് ആണ് അബ്സസിക് ആസിഡ്, ജിബെറിലിൻ, അതുപോലെ സൈറ്റോകൈൻ. എന്തൊക്കെയാണ് ഇനി ചെയ്യുന്നതെന്ന് നോക്കാം. അബ്സസിക് ആസിഡിന്റെ കേസ് പറയണം. അബ്സസിക് ആസിഡ് കുറച്ച് മടിയനായിട്ടുള്ള ഹോർമോണാണ്. പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത്? ഇതുപോലെ തന്നെ എന്നും കിടന്നു, നീ മുളയ്ക്കണ്ടടാ, നീ അങ്ങനെ തന്നെ കിടന്നു എന്നും പറഞ്ഞിട്ട് ആ ഡോർമൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മാക്സിമം സപ്പോർട്ട് കൊടുക്കുന്ന ആളാരാണ്? അബ്സസിക് ആസിഡാണ്. അതായത് ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ മാത്രമേ നീ ഇത് പൊട്ടി വന്നാൽ മതി, അല്ലാത്തടത്തോളം കാലം നീ എന്താണ് അങ്ങനെ തന്നെ കിടന്നോ, യാതൊരു മാറ്റവും വേണ്ടെന്ന് പറഞ്ഞ് കുഴിമടിനായ അബ്സസിക് ആസിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഡോർമൻസി അല്ലെങ്കിൽ സുപ്താവസ്ഥ, വിത്തുകളുടെ സുപ്താവസ്ഥനെ നിലനിർത്താനായിട്ട് പണി ചെയ്യുന്നുണ്ട്. ഇനി ജിബെർലിൻസ് ആയിക്കോട്ടെ, നമ്മുടെ ഗ്യാങ്ങിൽ ഒരു മോട്ടിവേറ്ററാണ്. നമ്മുടെ ഗ്യാങ്ങിൽ ഉണ്ടാവില്ല ചില ഉപദേശിക്കുന്ന ഫ്രണ്ട്സ്, അതാണ് നമ്മുടെ ജിബെർലിൻസ് എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്? നീ ഇങ്ങനെ കിടന്നിട്ട് വിത്തായിട്ടിരുന്നിട്ട് കാര്യമില്ല മോനെ, അത് മുളച്ച് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിനെ ബ്രേക്ക് ചെയ്യുന്ന ആളാണ് ജിബെർലിൻ എന്ന് പറയുന്നത്. ആ വിത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ അതിൽ നിന്ന് മുള വന്നം, നീ അത് ബ്രേക്ക് ചെയ്തേ പറ്റുള്ളൂ, നീ ഇങ്ങനെ കിടന്നിട്ട് കാര്യമില്ല, നമുക്ക് പ്ലാന്റ് ആയിട്ട് മാറണ്ടേ, അതിന് നീ എന്തെങ്കിലും എഫേർട്ട് എടുക്കണം എന്ന് പറഞ്ഞ് ഉപദേശം കൊടുക്കുന്ന ആളാണ് ജിബെർലിൻസ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നുണ്ട്? ബ്രേക്ക് സീ ഡോർമൻസി, അതായത് വിത്തുകളുടെ സുപ്താവസ്ഥ ജിബെർലിനുകളെ എന്ത് ചെയ്യുന്നുണ്ട്? ഇല്ലാതാക്കുന്നുണ്ട്. ഇനി നീ സുഖമായിട്ട് ജീവിക്കണ്ട, പണിയെടുത്തോടാന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജിബെർലിൻ ചെയ്യുന്നുണ്ട്. ഇനി സൈറ്റോകൈൻ എന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് ആയിട്ടുള്ള ആളാണ് കേട്ടോ. അതായത് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും എല്ലാവരുടെയും പണിയൊക്കെ എടുക്കുന്ന ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരൻ, അതാണ് നമ്മുടെ സൈറ്റോകൈൻ. സൈറ്റോകൈൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ എന്തായാലും വിത്തൊക്കെ ഇതൊരു മുളച്ച് പൊട്ടി വന്നു, മുളച്ച വിത്തുകൾ എന്താണ് ഇനി എന്ത് ചെയ്യുന്നുണ്ട്? അതിനകത്ത് ഈ പറഞ്ഞ പോലെ സെൽ ഡിവിഷൻ നടത്തി അല്ലെങ്കിൽ സെൽ ഡിഫറൻസിയേഷൻ നടത്തിയിട്ട് അവയിൽ നിന്ന് ഈ ഒരു മുള വരാനായിട്ട് സഹായിക്കുന്ന ആരാണ്? സൈറ്റോകൈനാണ്. സൈറ്റോകൈനിൽ എന്താ? മുളയ്ക്കുന്ന വിത്തുകളിൽ സെൽ ഡിവിഷൻ നടത്തുകയും അതുപോലെ സെൽ ഡിഫറൻസിയേഷൻ നടത്തുകയും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആളാണ് സൈറ്റോകൈൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഈ പറഞ്ഞ പോലെ വിത്ത് പൊട്ടി വന്ന് ഇനി ഇതുപോലെ പ്ലാന്റ് ആയിട്ട് മാറണ്ടേ, ഇത്രയും പോലെ ഹൈറ്റ് ഒക്കെ വെക്കണ്ടേ. ഇനി ആ ഘട്ടത്തിൽ ഇതുപോലെ തന്നെ 3 ഹോർമോൺസുകളാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്സിൻ ഉണ്ട്, ഓക്സിൻ ഉണ്ട്, ജിബെർലിൻ ഉണ്ട്, അതുപോലെ തന്നെ സൈറ്റോകൈൻ ഉണ്ട്. ഓക്സിൻ കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള ആളാണ്. പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹൈറ്റ് വെക്കാനായിട്ട് സഹായിക്കുന്നു. ഈ പ്ലാന്റിന് പെട്ടെന്ന് ഹൈറ്റ് വെച്ചോ എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് ആരാണ്? ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ഓക്സിനുകൾ സ്റ്റെമ്മിൻ്റെയും അതുപോലെ കാണ്ഡത്തിൻ്റെയും നീളം കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്സിൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഒരു കാര്യം തടഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ നിന്നിട്ട് ഒരു ലാറ്ററൽ ബഡ്സ് വരുന്നുണ്ട്. അതായത് പ്ലാന്റ് ഇങ്ങനെ വളരുന്ന സമയത്ത് സൈഡിൽ നിന്ന് എങ്ങനെ എന്തെങ്കിലും മുള വരികയാണെങ്കിൽ ഈ ഓക്സിൻ പറയും വളരണ്ട, ആദ്യം ഞങ്ങൾ ഹൈറ്റ് വെച്ച് പോട്ടെ, നീ വളരണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ ഒതുക്കിയിടുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻഹിബിറ്റ് ലാറ്ററൽ ബഡ് ഗ്രോത്ത്, അതായത് സൈഡിൽ നിന്നൊക്കെ വല്ല പാർശ്വമുഖങ്ങളിൽ നിന്ന് വല്ല വളർച്ച ഉണ്ടെങ്കിൽ അതിനെ തടഞ്ഞു വെക്കുന്നത് ആരാണ്? ഓക്സിനാണ്. ഓക്സിൻ പറയും ഹൈറ്റ് മാത്രം വെച്ചാൽ മതി, സൈഡിൽ നിന്നൊന്നും ബഡൊന്നും വരാൻ നിൽക്കണ്ടെന്ന് പറയും. പിന്നെ അതുപോലെ ട്രോപ്പിക് മൂവ്മെന്റ്സിന് ഓൾറെഡി പറഞ്ഞിരുന്നു. അതായത് സൂര്യൻ എവിടെയാണോ അതിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വളഞ്ഞു വളരാനുള്ള ആ ട്രോപ്പിക് മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നതുമായിട്ട് തന്നെയാണ് ഓക്സിനാണ്. ഇനി ജിബെർലിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ജിബെർലിനും സൈറ്റോകൈനും കൂടി ചേർന്നിട്ട് ഈ ഒരു ഇതിൻ്റെ സ്റ്റെമ്മിലായിക്കോട്ടെ, റൂട്ടിലായിക്കോട്ടെ, കാണ്ഡത്തിലായിക്കോട്ടെ, വേരിലായിക്കോട്ടെ അവിടുത്തെ എന്താണ് കോശ വിഭജനം അല്ലെങ്കിൽ സെൽ ഡിവിഷനെ ഉത്തേജിപ്പിക്കുന്നത്, സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി സൈറ്റോകൈൻ, പുള്ളിക്കാരൻ വീണ്ടും എന്താണ്? പണിയെടുക്കുന്ന ആളാണ്. പണിയെടുക്കൽ മാത്രമല്ല, മനുഷ്യത്വമുള്ള ഒരു ഹോർമോണും കൂടിയാണ്. പുള്ളിക്കാരൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഓക്സിൻ ഇവിടെ ഈ പറയുന്ന ലാറ്ററൽ ബഡ്സിനോട് പറയേണ്ട, നീ വളരണ്ട, ഞങ്ങൾ ആദ്യം ഹൈറ്റ് വെച്ച് പോട്ടേന്ന്. പക്ഷെ സൈറ്റോകൈന് മനുഷ്യത്വം തോന്നിയിട്ട് സൈറ്റോകൈനും പറയും സ്റ്റിമുലേറ്റ് ദ ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ്സ്, അതായത്
നമ്മുടെ ഈ പറഞ്ഞ ലാറ്ററൽ ബഡ്സിനോട് വളർന്നോളാൻ പറയും. പാർശ്വമുഖത്തുള്ള ആ വളർച്ചയെ, ആ മുകുള വളർച്ചയെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് സൈറ്റോകൈൻ. കാരണം പാവം തോന്നിയിട്ട് വെറുതെ എന്തിനാണ് ഓക്സിജൻ അടിച്ചമർത്തിയിരുത്തുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിന് ലാറ്ററൽ ബഡ്സിനെ വളരാനായിട്ട് സഹായിക്കുന്ന ആളാണ് സൈറ്റോകൈൻ. അത് മാത്രമല്ല കേട്ടോ, നമുക്ക് എല്ലാവർക്കും പ്രായമാകുന്ന ഭയങ്കര പേടിയുള്ള കാര്യമല്ല, വിഷമുള്ള കാര്യം. അപ്പോൾ ഈ പ്രായമാകുന്നത് ഡിലേ ചെയ്യുന്ന ആൾ കൂടിയാണ് സൈറ്റോകൈൻ. അതായത് ഇലകൾ പഴുക്കുന്നതും അതുപോലെ ഇലകളുടെ ആ പച്ചപ്പ് നിലനിർത്താനും മാക്സിമം സഹായിക്കുന്ന ആളാണ് ആര്, സൈറ്റോകൈൻ എന്ന് പറയുന്നത്. അതാണ് കൊടുത്തു വെക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത്. ഇങ്ങനെയൊക്കെ നിന്നാൽ പോരല്ലോ ചേട്ടാ, നമുക്ക് എന്ത് ചെയ്യണം, ഫ്രൂട്ട് ഉണ്ടാകണം. ഇങ്ങനെ വളർന്ന് നീളം വെച്ചിരുന്നാൽ മാത്രം പോരാ, നമ്മുടെ മരത്തിനൊരു വില കിട്ടണമെങ്കിൽ എന്താണ്, ഫ്രൂട്ടിൻ്റെ ഫോർമേഷൻ, അതായത് ഫ്ലവർ ഉണ്ടാകണം, അതിനുശേഷം എന്താണ്, ഫ്രൂട്ട് ഉണ്ടാകണം. അപ്പോൾ ഇതിന് വേണ്ടി സഹായിക്കുന്നതാണ് ഓക്സിൻ. ഓക്സിൻ നമ്മുടെ ഫസ്റ്റ് എല്ലാത്തിലും ഉള്ള ആളാണ്. അതുപോലെ ജിബർലിൻ, അതുപോലെ സൈറ്റോകൈൻ. ഈ സ്ഥലത്ത് ഓക്സിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പൂക്കളുടെ ഉൽപ്പാദനത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ടിൻ്റെ ഫോർമേഷനെയും എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നത് ഓക്സിനാണ്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഫ്ലവർ ഉണ്ടാക്കിക്കോട്ടോ എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന പോലെ ഫ്രൂട്ട് ഉണ്ടാവാനും വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളാണ് ഓക്സിൻ എന്ന് പറയുന്നത്. ഇനി ജിബർലിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ ഫലങ്ങളുടെ ആയാലും അതുപോലെ തന്നെ വിത്തുകളുടെ ആയാലും വളർച്ചയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്, അല്ല ഉത്തേജിപ്പിക്കുന്നുണ്ട്. ഇവിടെ സൈറ്റോകൈൻ എന്താണ്, ഇവർ രണ്ടുപേരും സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ സൈറ്റോകൈൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ദ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻറ്റ് ടു ഗ്രോയിങ് റീജിയൻ. അതായത് മറ്റ് സസ്യങ്ങൾ കുറേ ഭാഗങ്ങളുണ്ടാകും ഗ്രോത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും എന്താണ്, ഫ്രൂട്ടിൻ്റെ ഫോർമേഷനും ഫ്ലവറിൻ്റെ ഫോർമേഷനുമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ സൈറ്റോകൈൻ എന്താ ചെയ്യുന്നത്, ഗ്രോത്ത് ചെയ്യുന്ന ഭാഗങ്ങളിൽ എന്താണ്, ന്യൂട്രിയൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സൈറ്റോകൈൻ വളരുന്ന സസ്യഭാഗങ്ങളിലേക്ക് പോഷകങ്ങളെ സംവഹനം നടത്താനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേടാ, സെറ്റ് അല്ലേ? ഇതാണ് ഈ ഒരു ഗ്രോത്തിങ് ഫേസിൽ നടക്കുന്നത്. ഇനി ഇതുപോലെ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഫ്ലവർ നിലത്ത് വീഴണം. ഇലകൾ ഉണ്ടായതിനു ശേഷം ഇലകൾ കൊഴിഞ്ഞു വീഴണം. അതാണ് എല്ലാം അങ്ങനെയാണ്, നമ്മൾ മണ്ണോട് മണ്ണായിട്ട് ചേരണം എന്നല്ലേ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് വർക്ക് ചെയ്യുന്ന 2 പേരാണ് എത്തിലിനും അതുപോലെ അബ്സിസിക് ആസിഡും. എത്തിലിൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, നമ്മുടെ പ്ലാന്റ്സിലുള്ള ക്ലോറോഫിൽ, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ് ഇവയെല്ലാം ഡീഗ്രേഡ് ചെയ്തോളും. അതായത് ശിഥിലീകരിച്ചിട്ട് ഈ പറയുന്ന ഇലകളും അതുപോലെ പുഷ്പങ്ങളൊക്കെ എല്ലാം പാകപ്പെട്ട് പഴുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ക്ലോറോഫിലും പ്രോട്ടീനും ന്യൂക്ലിക് ആസിഡൊക്കെ ഡീഗ്രേഡ് ചെയ്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ ഇലകൾ പഴുക്കുന്നതിന് വേണ്ടിയിട്ടും ഫ്രൂട്ട് പഴുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ആരാണ്, എത്തിലിനാണ്. ഓക്കെ, എത്തിലിൻ്റെ സാധാരണ ക്വസ്റ്റ്യൻ കാണാറുണ്ട് കേട്ടോ, ഫ്രൂട്ട് പഴുക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ആരാണ്, അല്ലെ പഴം നമ്മുടെ ലീഫുകൾ പഴുക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് അതിൻ്റെ ഗ്രീൻ കളർ ക്ലോറോഫിലൊക്കെ ഡീഗ്രേഡ് ചെയ്ത് കളയുന്നുണ്ട്. അതിന് ഡീഗ്രേഡ് ചെയ്ത് കളഞ്ഞിട്ട് ഈ പറയുന്ന ഇലകളുടെ നിറം മാറി അത് പഴുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ആരാണ്, എത്തിലിനാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അബ്സിസിക് ആസിഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സസ്യങ്ങളുടെ ഈ പറഞ്ഞ വളർച്ചയെ തടസ്സപ്പെടും. അതായത് മതി വളർന്നത്, കാര്യം ഇപ്പം നമുക്ക് ഈ പറഞ്ഞ ഇല പൊഴിയണം, ഫ്രൂട്ട് പൊഴിയണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വളർച്ചയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനായിട്ട് നമ്മുടെ ഈ പറഞ്ഞ പ്ലാന്റ്സിനെ റെഡിയാക്കി നിർത്തുന്ന ആരാണ്, അബ്സിസിക് ആസിഡാണ്. അതുപോലെ തന്നെ പാകമായിട്ടുള്ള ഇലകളെയും അതുപോലെ തന്നെ ഫലങ്ങളെയും പൊഴിക്കുന്നതുമായിട്ട് തന്നെയാണ് അബ്സിസിക് ആസിഡാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഹോർമോൺസിൽ വരുന്നത്. അതായത് ഡിഫറെൻറ്റ് ഘട്ടങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ആദ്യം വിത്ത് മുളയ്ക്കുന്നത്, പിന്നെ പൊക്കം വയ്ക്കുന്നത്, പിന്നെ ഫ്രൂട്ടും ഫ്ലവറും ഉണ്ടാകുന്നത്, അതിനുശേഷം ഈ ഫ്രൂട്ടും അതുപോലെ തന്നെ ലീഫുകളെല്ലാം കൊഴിഞ്ഞു പോകുന്നത്. അത് മിസ് ഇപ്പോൾ ഒരു ടേബിളിലാക്കി കൊടുത്തതേ ഉള്ളൂ, നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി സിന്തറ്റിക് ആയിട്ടുള്ള പ്ലാന്റ് ഹോർമോൺസുകളാണ്. ഓക്കെ, സിന്തറ്റിക് സസ്യ ഹോർമോണുകൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞത് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസുകളാണ്. നമ്മുടെ ഈ പറയുന്ന അഗ്രികൾച്ചർ മേഖല നന്നായി ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സസ്യ ഹോർമോണുകളുടെ രാസഘടന അല്ലെങ്കിൽ കെമിക്കൽ ആയിരിക്കുന്ന സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ട് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനെയാണ് സിന്തറ്റിക് എന്ന് പറയുന്നത് പ്ലാന്റ് ഹോർമോൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സാധാരണ ഇപ്പോൾ അഗ്രികൾച്ചർ ഫീൽഡ്, കാർഷിക മേഖലയിൽ ഈ ഒരു ഹോർമോൺസ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. ആദ്യത്തെയാണ് സിന്തറ്റിക് ഓക്സിൻ എന്ന് പറയുന്നത്. സിന്തറ്റിക് ഓക്സിൻ ചെയ്യുന്നത് ഇപ്പോൾ റോസാ ചെടിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റെമ്മ് കൊണ്ടുപോയിട്ടാണ് നടുന്നത്. ഓക്കെ, അങ്ങനെ സ്റ്റെമ്മ് കൊണ്ടുപോയി നടുന്ന പ്ലാന്റ്സിനൊക്കെ പെട്ടെന്ന് വേര് മുളയ്ക്കുന്നതിന് വേണ്ടി സഹായിക്കാനായിട്ട് സിന്തറ്റിക് ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ യൂസ് ആസ് എ വീഡിസൈഡ്. അതായത് വീഡിസൈഡ് എന്ന് വെച്ചാൽ എന്താ, വീഡ്സ് എന്ന് വെച്ചാൽ എന്താ, നമ്മളിപ്പോൾ ഒരു കൃഷി നടത്തുകയാണെങ്കിൽ ഒരു നെൽകൃഷി നടത്തിയാന്ന് കരുതിക്കും, അതിൻ്റെ സൈഡിൽ കുറേ കുഞ്ഞു കുഞ്ഞു പുല്ലുകൾ മുളച്ചു വരിക. അതായത് നമ്മൾ ഇട്ട ആ വളത്തിൽ ഇവരും വലിച്ചെടുത്തിട്ട് ഇവരും ജീവിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വളമല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമാത്രമല്ല അതിൻ്റെ ഇടയിൽ പുല്ല് വളരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ എക്സ്ട്രാ വളരുന്ന ആ പുല്ലുകളെയാണ് വീഡ്സ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ കളകൾ എന്നാണ് മലയാളത്തിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനെ നശിപ്പിക്കാനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഓക്സിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സിന്തറ്റിക് ജിബറിൻസ് അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേപ്സിലിടാം, മുന്തിരി നമ്മുടെ ഈ പറയുന്ന മാർക്കറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല തക്കുടുമുണ്ടം പോലത്തെ മുന്തിരി കാണാൻ പറ്റും. ആ
മുന്തിരി ഉണ്ടാക്കിയെടുക്കുന്ന ആരാണ്? സിന്തറ്റിക് ജിബറലിനാണ്. ഓക്കെ, അതുപോലെ തന്നെ ഷുഗർ കെയിൻ, നമ്മുടെ ഈ പറയുന്ന ഷുഗർ കെയിൻ എന്ന് വെച്ചാൽ എന്താ? കരിമ്പിൻ്റെ ഈ സ്റ്റെമ്മിൻ്റെ ലെങ്ത്ത് വയ്ക്കാനായിട്ടും സിന്തറ്റിക് ജിബറലിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സിന്തറ്റിക് എത്തിലീൻ, പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഫ്രൂട്ടുകളൊക്കെ ഒരേ സമയത്ത് പാകമാകാനായിട്ട്, അത് കർഷകർക്ക് ഇത് ഒരേ സമയത്ത് ഹാർവെസ്റ്റ് ചെയ്തെടുക്കണം അല്ലേ. അതായത് ഇന്ന് ഒരെണ്ണം പഴുത്തു, നാളെ ഒരെണ്ണം പഴുത്തു, മറ്റന്നാൾ ഒരെണ്ണം പഴുത്തു, അവർക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. ഇതെല്ലാം കൂടെ ഒരുമിച്ച് പറിച്ചെടുത്തിട്ട് മാർക്കറ്റിൽ കൊടുക്കുമ്പോഴാണ് അവർക്ക് ലാഭം കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരേ സമയത്ത് പഴുക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നതാണ് സിന്തറ്റിക് എത്തിലീൻ എന്ന് പറയുന്നത്. അതിനകത്ത് ബനാന ആയിക്കോട്ടെ, ടൊമാറ്റോ ആയിക്കോട്ടെ, ഇതൊക്കെ ഒരുമിച്ച് പഴുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഹോർമോൺസ് ആണ് സിന്തറ്റിക് എത്തിലീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ പൂ വിടരുന്നതിന് പിന്നിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ പൂക്കളുടെ ഉൽപ്പാദനവും അതുപോലെ തന്നെ ഫലം, അതായത് നമ്മുടെ ഈ ഫ്രൂട്ട്സിൻ്റെ ഫോർമേഷനും അതുപോലെ ഡോർമൻസി ബ്രേക്ക് ചെയ്യുന്നില്ല, നമ്മുടെ സീഡ് അത് ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് മുള വരുന്നില്ലേ, അതിനൊക്കെ ഈ ഹോർമോണുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിനകത്ത് ചില പ്രോട്ടീൻസുകൾ, അതായത് നമ്മുടെ ആ പ്ലാന്റ്സിലുള്ള ചില പ്രോട്ടീൻസുകളാണ് നമ്മുടെ പുറത്തുള്ള രാത്രിയാണോ പകലാണോ അല്ലെങ്കിൽ രാത്രിയുടെയും പകലിൻ്റെ ഡ്യൂറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തനത്തെ സഹായിക്കുന്നത് ആരാണ്? ചില സർട്ടൈൻ പ്രോട്ടീൻസ് ആണ്. ഓക്കെ, സർട്ടൈൻ പ്രോട്ടീൻസ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ് ഓൾസോ പ്ലേ ക്രൂഷ്യൽ റോൾ ഇൻ ദീസ് പ്രോസസ്. അതായത് ഈ പൂ വിടരുന്നതിനായിക്കോട്ടെ, അല്ലെങ്കിൽ ഫലങ്ങൾ രൂപീകരിക്കുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിത്തുകൾ മുളയ്ക്കുന്ന ആയിക്കോട്ടെ, അതിനൊക്കെ എന്താണ് പുറത്ത് നടക്കുന്ന രാത്രി നൈറ്റിൻ്റെ ഡ്യൂറേഷനൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒന്നാണ് ഫോട്ടോ പീരിയഡിസം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഫോട്ടോ പീരിയഡിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പുറത്ത് ഇപ്പോൾ രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ അതിൻ്റെ ഡ്യൂറേഷൻ മനസ്സിലാക്കിയിട്ട് നമ്മുടെ പ്ലാന്റ്സ് ഒരു റെസ്പോൺസ് കൊടുക്കുന്നുണ്ട്. അതിനെയാണ് ഫോട്ടോ പീരിയഡിസം എന്ന് പറയുന്നത്. അതായത് ഫോട്ടോ പീരീഡ് എന്ന് വെച്ചാൽ പുറത്ത് നടക്കുന്ന രാത്രിയും പകലും, ആ ഫോട്ടോ പീരീഡിന് നമ്മൾ പ്ലാന്റ്സ് ഒരു റെസ്പോൺസ് കൊടുക്കുന്നതിനാണ് ഫോട്ടോ പീരിയഡിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് റെസ്പോൺസ് ഓഫ് പ്ലാന്റ് ടു ദ ഫോട്ടോ പീരീഡ് ഈസ് നോൺ ആസ് ഫോട്ടോ പീരിയഡിസം. അതായത് സസ്യങ്ങളിൽ ഈ പ്രതികരണത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫോട്ടോ പീരിയഡിസം എന്ന് പറയുന്നത്. ഓക്കെ മക്കൾ, ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാതിരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പുറത്തും രാവും പകലൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഡ്യൂറേഷൻ മനസ്സിലാക്കി ആ ഒരു രാവും പകലിൻ്റെ ആ ഡ്യൂറേഷനൊക്കെ നമ്മൾ ഫോട്ടോ പീരീഡ് എന്നാണ് പറയുന്നത്. ആ ഫോട്ടോ പീരീഡിനനുസരിച്ച് നമ്മുടെ പ്ലാന്റ്സ് ഒരു പ്രതികരണം കൊടുക്കുന്നുണ്ട്, റെസ്പോൺസ് കൊടുക്കുന്നുണ്ട്. അതാണ് ഫോട്ടോ പീരിയഡിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫോട്ടോ പീരിയഡിസത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടാകുന്നതായിക്കോട്ടെ, പോളിനേഷൻ നടക്കുന്നത്, അതായത് പരാഗണം നടക്കുന്നതായിക്കോട്ടെ, അതേപോലെ സീഡ് ഫോർമേഷൻ, വിത്ത് ഉണ്ടാകുന്നതൊക്കെ ഈ ഫോട്ടോ പീരിയഡിസം അല്ലെങ്കിൽ രാവിൻ്റെയും പകലിൻ്റെയൊക്കെ ദൈർഘ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്ലാന്റ്സ് ഇത് ഓരോന്നും ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി അതിനായിട്ട് ഇത് അറിയാനായിട്ട് നമ്മുടെ ലീഫിൻ്റെ ഏറ്റവും തുമ്പത്തെ, അതായത് നമ്മുടെ സ്റ്റെമ്മിൻ്റെ ഏറ്റവും തുമ്പത്തെ വിരിഞ്ഞൊരിലയിൽ ഫൈറ്റോക്രോം എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇതാണ് മനസ്സിലാക്കുന്നത് എന്ത്? ഈ പറയുന്ന ഡ്യൂറേഷൻ, ഡേയുടെയും നൈറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ത് ഈ പറയുന്ന പ്ലാന്റ്സിന് അതിനനുസരിച്ചുള്ള സ്റ്റിമുലസ് കൊടുക്കുന്ന ഭാഗമാണ്, അല്ലെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫൈറ്റോക്രോം. ഫൈറ്റോക്രോം ഈസ് എ സിന്തസൈസർ ഇൻ ദ ഫുള്ളി ഡെവലപ്ഡ് ലീവ് ഇൻ ദ ഷൂട്ട് എപ്പെക്സ്. അതായത് നമ്മുടെ ഈ ലീഫ് അല്ലെങ്കിൽ കാണ്ഡത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റെമ്മിൻ്റെ ഏറ്റവും അറ്റത്തെ, ഓക്കെ, ആ ഏറ്റവും അറ്റത്തെ ആ ലീഫിൻ്റെ തുമ്പിലാണ് എന്ത്? ഫൈറ്റോക്രോം ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഫൈറ്റോക്രോം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ദിനരാത്രങ്ങൾ മനസ്സിലാക്കിയിട്ട് ഫൈറ്റോക്രോം ഉൽപ്പാദിപ്പിക്കുന്നു. അതെന്താണ്? പൂവിടാനുള്ളൊരു സ്റ്റിമുലസ് എങ്ങോട്ടേക്ക് കൊടുക്കുന്നു? നമ്മുടെ സ്റ്റെമ്മിലേക്ക് കൊടുക്കുന്നു. സ്റ്റെം അത് നേരെ ആ ഒരു പ്ലാന്റിൻ്റെ ടിപ്പിൽ, അതായത് എപ്പിക്കൽ മെരിസ്റ്റെമ്മിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അവിടെയുള്ള ജീൻസുകൾ എന്ത് ചെയ്യുന്നു? പൂവിടാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയാണ് പൂവിടുന്നത് കേട്ടോ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി ഹ്യൂമൻ ഹോർമോൺസ് ആൻഡ് ഫങ്ഷൻ, അതായത് മനുഷ്യ ശരീരം അതായത് മനുഷ്യ ശരീരത്തിലും എന്തുണ്ട്? ഹോർമോൺസുകളുണ്ട്. അവയുടെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ എന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചാണ് നമ്മുടെ നെർവസ് സിസ്റ്റം. നമ്മുടെ നെർവസ് സിസ്റ്റം ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന ആളാണ് നമ്മുടെ ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോർമോൺസുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിനെ നമ്മൾ വിളിക്കുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എന്നാണ്. അപ്പോൾ ഈ ഹോർമോൺസ് കുറേ ഗ്ലാൻഡുകളുണ്ട്, ഒരു ഗ്ലാൻഡ് മാത്രമല്ല ഉള്ളത്. നമ്മുടെ ശരീരത്തിൽ കുറച്ചധികം എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ അല്ലെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥികളുണ്ട്. അന്തസ്രാവി ഗ്രന്ഥി എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെയാണ് കേട്ടോ. അപ്പോൾ ഇവരെ മൊത്തത്തിൽ നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ എൻഡോക്രൈൻ സിസ്റ്റം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റാബോളിസം ആയിക്കോട്ടെ, ശരീരത്തിന് വളർച്ച ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബുദ്ധിവികാസം ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം കൺട്രോൾ ചെയ്യുന്നവരാണ് ഈ എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ്, അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഹോർമോൺസുകളാണെന്ന് പറയും. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള തൈറോയ്ഡ് ഗ്ലാൻഡാണ്. ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ തൈറോയ്ഡ് ഗ്ലാൻഡ്. നമ്മുടെ ഈ ഒരു ഭാഗത്ത് കാണപ്പെടുന്നതാണ്. ഇവിടെ 2 തരത്തിലുള്ള സെൽസുകളുണ്ട്. ഓക്കെ, ഒന്ന് ഫോളിക്കുലർ സെൽസും ഒന്ന് പാരാഫോളിക്കുലർ സെൽസും. ഓക്കെ, പാര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പാരയല്ല കേട്ടോ, പേരിട്ടപ്പോൾ പാര എന്നൊക്കെ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ തൈറോയിഡിന് 2 തരത്തിലുള്ള സെൽസുകളാണുള്ളത്, ഫോളിക്കുലർ സെൽസും അതുപോലെ തന്നെ പാരാഫോളിക്കുലർ സെൽസും ഉള്ളത്. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ ഈ പറയുന്ന തൈറോയ്ഡ് ഗ്ലാൻഡ് റെഗുലേറ്റ് മെറ്റാബോളിസം ആൻഡ് ബോഡി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. നമ്മുടെ ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്താണ്? നമ്മുടെ ഈ പറയുന്ന ബോഡി ഡെവലപ്മെൻറ്റ്, അതുപോലെ നമ്മുടെ എന്താണ് മെറ്റാബോളിക് റേറ്റ്, അതുപോലെ തന്നെ എന്താണ് ബോഡി ഗ്രോത്ത്, ഇതെല്ലാം എന്താണ് കൺട്രോൾ ചെയ്യുന്ന ആൾ. ഇവിടെ സംഭവം നമ്മൾ കുഞ്ഞിതാണെന്ന് കരുതുന്നുണ്ടെങ്കിലും ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഫോളിക്കുലർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, കാണിച്ചു തരാം കേട്ടോ. ഈ ഫോളിക്കുലർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് തൈറോക്സിൻ.
ഓക്കെ, തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് എന്താ ഈ ഫോളിക്കുലർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി പാരാ ഫോളിക്കുലർ സെൽസ് കൺട്രോൾ ചെയ്യുന്നതാണ് കാൽസിറ്റോണിൻ. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായില്ലേ, തൈറോയ്ഡ് ഗ്ലാൻഡ് 2 ഹോർമോണെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? തൈറോക്സിനും അതുപോലെ തന്നെ കാൽസിറ്റോണിനും. ഇത് ഓക്കെ അല്ലേടാ? ഓക്കെ, അതായത് തൈറോയ്ഡ് ഗ്ലാൻഡിന് 2 ടൈപ്പുള്ള സെൽസ് ഉണ്ട്. ഒന്ന് ഫോളിക്കുലർ സെൽസും മറ്റൊന്ന് പാരാ ഫോളിക്കുലർ സെൽസും. ഫോളിക്കുലർ സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? തൈറോക്സിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പാരാ ഫോളിക്കുലർ സെൽസ് എന്താണ്? കാൽസിറ്റോണിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് ഓക്കെ അല്ലേ? ഇത് സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ 2 ഹോർമോൺസിനെയാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ഇതിന്റെ ഫംഗ്ഷൻസ് പഠിക്കാം കേട്ടോ. നമ്മുടെ തൈറോക്സിൻ ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം കേട്ടോ. തൈറോക്സിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൺട്രോൾ ദ മെറ്റാബോളിസം ആൻഡ് ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ബോഡിയിലെ ഉപാജയ പ്രവർത്തനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ. നിസ്സാരക്കാരനല്ല. അതുപോലെ ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ബോഡിയിലെ താപനില റെഗുലേറ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്? തൈറോക്സിനാണ്. ഇനി ഡെവലപ്മെന്റ് ബ്രെയിൻ ഇൻ ദ ന്യൂ ബോൺ ബേബീസ് ആൻഡ് ചിൽഡ്രൻസ്. അതായത് കുട്ടികളൊക്കെ ജനിക്കില്ലേടാ, കുഞ്ഞു കുട്ടികൾ നമ്മൾ എന്താ വിളിക്കുന്നത്? നവജാത ശിശു. ഓക്കെ, നവജാത ശിശു ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, ആ ബേബീസിൻ്റെയൊക്കെ എന്താണ് നമ്മുടെ ഈ ഒരു ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി സഹായിക്കുന്ന ആരാ? തൈറോക്സിനാണ്. അതുകൊണ്ട് തന്നെ ജനിച്ച കുട്ടികളുടെയൊക്കെ തൈറോക്സിൻ അല്ലെങ്കിൽ TSHന്റെ അളവൊക്കെ നോക്കുന്നുണ്ട്. കാരണം അത് കറക്റ്റ് ആയാൽ മാത്രമാണ് അവരുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ഇനി ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ദ ഹെൽത്ത് ഓഫ് ദ ഹേർട്ട്, സ്കിൻ, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതായത് ഇത് മാത്രമല്ല ചെയ്യുന്നത്, കുട്ടികളുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റ് മാത്രമല്ല, എന്താണ് നമ്മുടെ ബോഡിയിലെ ഹെൽത്തിലെ ഹാർട്ട് വരുന്നുണ്ട്, അതുപോലെ സ്കിന്ന് വരുന്നുണ്ട്, നമ്മുടെ ത്വക്ക്, അതുപോലെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. ഓക്കെ, ഹൃദയം, ത്വക്ക്, പ്രത്യുൽപാദന വ്യവസ്ഥ തുടങ്ങിയവയുടെയൊക്കെ എല്ലാത്തിനെയും ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യം നിലനിർത്തുന്ന ആരാണ്? തൈറോക്സിനാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ചെറിയ ഗ്ലാൻഡ് ആണെന്നൊക്കെ വിചാരിച്ച് ചെറിയ ഗ്ലാൻഡ് ആണെന്ന് വെച്ച് പുച്ഛിച്ചൊന്നും കളയേണ്ട. 2 ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത ഒന്നാമത്താണ് തൈറോക്സിൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെയാണ് കാൽസിറ്റോൺ എന്ന് പറയുന്നത്. ഈ തൈറോക്സിൻ ചെറിയ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ അല്ലേ എന്ന് വെച്ച് നിസ്സാരമാക്കേണ്ട കാര്യമില്ല. ഇവൻ ആരാണ്? വില്ലനാണ്. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഈ പറയുന്ന പോലെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചറിലായിക്കോട്ടെ, മെറ്റാബോളിക് ആക്ടിവിറ്റിയിലായിക്കോട്ടെ ഒക്കെ എന്താണ് വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത് ഉൽപ്പാദിപ്പിക്കുന്നതാണ് കാൽസിറ്റോൺ എന്ന് പറയുന്നത്. പാരാഫോളിക്കുലർ സെൽസ് അല്ലെങ്കിൽ പാരാഫോളിക്കുലർ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് കാൽസിറ്റോൺ എന്ന് പറയുന്നത്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു. എങ്ങാനും ചില കണ്ടീഷൻസിലൊക്കെ നമ്മുടെ ബോഡിയിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടിയെന്ന് വിചാരിച്ചോ, കൂടിക്കഴിഞ്ഞാൽ അതിനപ്പം തന്നെ കുറയ്ക്കുന്നത് ആരാണ്? കാൽസിറ്റോണിനാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? കാൽസിറ്റോൺ എന്താ ചെയ്യുന്നത്? നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഓക്കെ, ഇനി ഡിഫക്റ്റ് റിലേറ്റഡ് ടു തൈറോയ്ഡ് ഗ്ലാൻഡ്. അതായത് ഇനി എന്തെങ്കിലും പ്രശ്നം നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിന് തകരാറ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ്, ഹൈപ്പർ തൈറോയിഡിസം. അതായത് തൈറോക്സിൻ്റെ ഉൽപ്പാദനം വളരെ കൂടിയ കണ്ടീഷനെയാണ് ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടിയത് എന്നാണ് അർത്ഥം. അപ്പോൾ എക്സസീവ് സെക്രീഷൻ ഓഫ് തൈറോക്സിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അതിന് ഹൈപ്പർ തൈറോയിഡിസം എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റാബോളിസത്തിൻ്റെ റേറ്റ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഉണ്ടാകുന്നു. കാരണം മെറ്റാബോളിസം ഇൻക്രീസ് ചെയ്താൽ തന്നെ എന്താണ്, അവർക്ക് എന്ത് കഴിച്ചാലും ദേഹത്ത് കാണില്ല. ഓക്കെ, അപ്പോൾ തന്നെ അവരുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്. അതുപോലെ ഹാർട്ട് ബീറ്റ്സ് എപ്പോഴും ഇൻക്രീസ് ആയിരിക്കും. ഈ പറയുന്ന ഹാർട്ടിൻ്റെ ബീറ്റ് എപ്പോഴും കൂടുതലായിരിക്കും. അതുപോലെ എക്സസീവായിട്ട് അവർ വേർക്കും, ഭയങ്കര പെട്ടെന്ന് അവർ വേർക്കും. അതുപോലെ തന്നെ ഭയങ്കര ആൻസൈറ്റി ആയിരിക്കും. ഓക്കെ, ഭയങ്കര ആൻസൈറ്റി എന്ന് വെച്ചാൽ ഭയങ്കര ഉത്കണ്ഠയായിരിക്കും, എന്തിനേയും നെഗറ്റീവായിട്ട് ചിന്തിക്കുക, എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുക, അങ്ങനത്തെ ഒരു കണ്ടീഷനായിരിക്കും ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പോ തൈറോയിഡിസം നിസ്സാരക്കാരനല്ല. അതായത് നമ്മുടെ തൈറോക്സിൻ്റെ ഉൽപ്പാദനം ചില ആൾക്കാരിൽ കുറവായിരിക്കും. ആ കുറവായ കണ്ടീഷനാണ് ഹൈപ്പോ തൈറോയിഡിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലെന്താണ്? മെറ്റാബോളിസം ഡിക്രീസ് ആണ്. മെറ്റാബോളിസം കാര്യമായിട്ട് നടക്കില്ല. അപ്പോൾ തന്നെ എന്തായിരിക്കും? അവർ തടി വയ്ക്കും. നമ്മൾ ചില ആൾക്കാരെയൊക്കെ അയ്യോ എന്തൊരു തടിയെത്തി അടിയല്ലേ, എന്തൊരു തടിയാണ്, ഭക്ഷണം കുറച്ചുകൂടി എന്നൊക്കെ ചോദിക്കും. ചിലപ്പോൾ അവർ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കില്ല. ഇതുപോലെ ഹോർമോൺ ഇംബാലൻസ് വന്നാലും എന്താണ്, തടി വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറയുന്ന തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറവുള്ള ആൾക്കാരിൽ എന്താണ്, മെറ്റാബോളിക് റേറ്റ് കുറയും. അതുവഴി അവരുടെ ബോഡി വെയിറ്റ് ഇൻക്രീസ് ചെയ്യും. അവർ ഭയങ്കരമായിട്ട് തടി വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഹാർട്ട് ബീറ്റ് ഒരിക്കലും സ്ലോ ഡൗൺ ആയിക്കോട്ടെ, ഹാർട്ടിൻ്റെ റേറ്റ് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിൻ്റെ റേറ്റ് എന്തായിരിക്കും? കുറവായിരിക്കുള്ളൂ. അതുപോലെ എപ്പോഴും അവർക്ക് ക്ഷീണമായിരിക്കുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് തണുപ്പിനെ പ്രതിരോധിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ തണുപ്പുണ്ടെങ്കിൽ പോലെ അവർ ഭയങ്കരമായിട്ട് പുതച്ച് മൂടിയിട്ടായിരിക്കും കിടക്കുന്നത്. ഓക്കെ, ഇനി ഗോയിറ്റർ എന്ന് വെച്ചാൽ വേരിയസ് ആയിരിക്കുന്ന തൈറോയ്ഡ് ഡിസോർഡേഴ്സിനെയൊക്കെ ഒരുമിച്ച്, അതുപോലെ തന്നെ അയഡിൻ്റെ ഡെഫിഷ്യൻസി, അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന കണ്ടീഷനാണ് ഗോയിറ്റർ. അപ്പോൾ ആ ഭാഗത്ത് ഇവിടെ ഒന്ന് വീർക്കുന്നുണ്ട് കേട്ടോ, ഈ ഒരു ഭാഗത്തൊന്ന് വീർക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വിഴുങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതാണ് സംഭവം കേട്ടോ. കഴുത്തിലുണ്ടാകുന്ന ഒരു വീക്കാണ്, ഭക്ഷണം കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ ക്രമീകരണം പറഞ്ഞിരുന്നു. കാൽസ്യം കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ സഹായിക്കുന്നത് ആരായിരുന്നു? കാൽസിറ്റോണിൻ ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നത്. തൈറോയ്ഡ് ഗ്ലാൻഡാണ് എന്ത് ചെയ്യുന്നത്? ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൂട്ടാൻ വേണ്ടേ? അപ്പോൾ അതിനായിട്ട് ഒരു ഗ്ലാൻഡ് കൂടി ഉണ്ട്. അതാണ് ഈ ഗ്ലാൻഡ്, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയും കേട്ടോ. ഈ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പാരാതൊർമോൺ എന്ന് പറയുന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്.
പാരാതെർമോൺ എന്ന് പറയുന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ പാരാതെർമോൺ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആർക്കെങ്കിലും കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനെ കൂട്ടാൻ സഹായിക്കുന്ന ആളാണ് പാരാതെർമോൺ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണയായിട്ട് കാൽസ്യത്തിൻ്റെ അളവ് എന്ന് വെച്ചാൽ 9-11 9-11 നോർമൽ ലെവൽ എന്ന് പറയുന്നത്. ഇത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് തൈറോയ്ഡ് ഗ്ലാൻഡും അതുപോലെ തന്നെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡും കൂടി ചേർന്നിട്ടാണ് 9-11 എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തുന്നത്. ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. കാൽസിറ്റോണിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തൈറോയ്ഡ്, അതായത് കാൽസ്യത്തിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ, ഭയങ്കരമായിട്ട് കൂടുകയാണെങ്കിൽ അതിനെ കുറയ്ക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് കാൽസിറ്റോണിൻ വേഗം ചെന്നിട്ട് നമ്മുടെ കിഡ്നിയോട് പറയും, അതായത് ഇപ്പം തന്നെ ഓൾറെഡി നമ്മുടെ കാൽസ്യം ഭയങ്കര കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് നീ എന്ത് ചെയ്ത് ഇനി കാൽസ്യത്തിനെ അബ്സോർബ് ചെയ്യേണ്ട, അത് നിർത്തി വെച്ചേക്ക്, കാൽസ്യത്തിനെയും ഫോസ്ഫേറ്റിനും ഒന്നും അബ്സോർബ് ചെയ്യേണ്ട, ഓൾറെഡി നമുക്ക് കൂടുതലായിട്ടുണ്ട് എന്ന് പറയും. ഇനി അതുപോലെ തന്നെ കാൽസിറ്റോണിൻ വേഗം ചെന്നിട്ട് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ചെറുകുടൽ ആ ഭാഗത്ത് എന്നിട്ട് പറയും ഇനി എന്താണ്, ഡിക്രീസ് അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ഇൻ ബ്ലഡ്, അതായത് കാൽസ്യം ഓൾറെഡി നമ്മുടെ ബ്ലഡിലുണ്ട്, ഇനി കൂടുതലൊന്നും അബ്സോർബ് ചെയ്ത് എടുക്കണ്ട, ഓൾറെഡി നമ്മുടെ കയ്യിൽ ഫില്ലാണ് എന്ന് പറയും. ഇനി അതുപോലെ എല്ലുകളോട് പറയും നമ്മുടെ ബ്ലഡിൽ ഇപ്പോൾ തന്നെ കാൽസ്യത്തിൻ്റെ അളവ് കൂടുതലാണ്, അപ്പോൾ ഇനി എല്ലിൽ നിന്നിട്ട് കാൽസ്യം ഫോസ്ഫേറ്റും തരണ്ടെന്ന് പറയും. അതാണ് കാൽസിറ്റോണിൻ ചെയ്യുന്ന ജോലി. ഇനി പാരാതെർമോൺ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങാനും കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോയെങ്കിൽ നമുക്ക് 9-11 എന്നുള്ള ആ ലെവലിലാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ കുറഞ്ഞു പോകുമ്പോൾ പാരാതെർമോൺ ഓൺ ആയിട്ട് പറയും, നേരെ കിഡ്നിയോട് പറയും, അതായത് ആ കാൽസ്യത്തിനെ ഫോസ്ഫേറ്റിനെ അബ്സോർബ് ചെയ്ത് ബ്ലഡിലേക്ക് ഇട്ടോ, കാരണം നമുക്കിപ്പോൾ കുറവാണെന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഭാഗത്ത് നിന്നിട്ട് പറയും നമുക്ക് കാൽസ്യത്തിൻ്റെ അളവ് ഭയങ്കര കുറവാണ്, അപ്പോൾ അതുകൊണ്ട് കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടിക്കോളാൻ പറയും. അതുപോലെ എല്ലുകളിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ബോൺസിൽ ചെന്നിട്ട് പറയും, അതായത് എന്താണ്, ദ ആക്ടിവിറ്റി ഓഫ് മിക്സിംഗ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് ബോൺ ടു ബ്ലഡ്, അതായത് ഈ ബോൺസിൽ നിന്ന് വരുന്ന കാൽസ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും അളവ് കൂട്ടിക്കോളാനായിട്ട് നമ്മുടെ ബോൺസിനോട് പറയും. അങ്ങനെയാണ് 9-11 റേഞ്ച് നിലനിർത്തുന്നത്. അതായത് 2 ഹോർമോൺസും കൂടി പ്രവർത്തിച്ചിട്ടാണ് 9-11 എന്നുള്ള പറയുന്ന ആ കാൽസ്യത്തിൻ്റെ ലെവൽ ബ്ലഡിൽ നിലനിർത്താനായിട്ട് സഹായിക്കുന്നത്. ഓക്കെ അല്ലേടാ, സെറ്റിൽ. ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, സാധാരണയായിട്ട് എപ്പോഴും ഉണ്ടാകാറുണ്ട് കേട്ടോ. ഇനി അടുത്തത് റെഗുലേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ്, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ക്രമീകരണം. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ 2-3 പേർക്കെങ്കിലും ഷുഗറിൻ്റെ പ്രശ്നമുള്ളവരായിരിക്കും അല്ലേ, ഒരാൾക്കെങ്കിലും ഉണ്ടാവും ഷുഗറിൻ്റെ പ്രശ്നം, 2-3 അല്ല, ഒരാൾക്കെങ്കിലും. അപ്പോൾ ഒരു ആരോഗ്യമുള്ളൊരു വ്യക്തിയുടെ ഫാസ്റ്റിംഗ് സാധാരണയായിട്ട് ഗ്ലൂക്കോസിൻ്റെ അളവിൽ വേരിയേഷൻ വരുമ്പോൾ ഡോക്ടർ പറയും ഒന്ന് ഭക്ഷണത്തിന് മുമ്പ് ഒന്ന് നോക്കിയേക്കുക, അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം ഒന്ന് നോക്കിയേക്കാൻ പറയും. അങ്ങനെ നോക്കുകയാണെങ്കിൽ, അതായത് ഭക്ഷണത്തിന് മുമ്പാണെങ്കിൽ 70-നും 100-നും ഇടയിലായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, അയാൾക്ക് ബ്ലഡിൻ്റെ പ്രശ്നമില്ല. ഇനി ഭക്ഷണം കഴിച്ചതിന് ശേഷം 140-ന് താഴെ ആയിരിക്കണം. 140-ന് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഷുഗർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ ഷുഗറിൻ്റെ അളവ് 3 മാസത്തെ ഗ്ലൂക്കോസിൻ്റെ അല്ലെങ്കിൽ രക്തത്തിലെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ഒരു ആവറേജ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ ശരാശരി എടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് HbA1c ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 3 മാസം ഒരാളുടെ ആവറേജ് ഷുഗർ കണ്ടെത്താനായിട്ടുള്ള ടെസ്റ്റാണ് HbA1c എന്ന് പറയുന്ന ടെസ്റ്റ്. ഇത് 5.6-ന് താഴെയാണെന്നുണ്ടെങ്കിൽ നോർമലാണ്, 5.6-ന് മുകളിലാണെങ്കിൽ എന്താണ്, ഡയബറ്റിക്കിനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി 6.4-ന് മുകളിലാണെങ്കിൽ എന്താ, അയാൾ ഡയബറ്റിക്കാണ്, അയാൾ പ്രമേഹ രോഗിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഇനി ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിയിലുള്ള ഒരു ഗ്ലാൻഡാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചാണ്. പാൻക്രിയാസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്, ദഹന വ്യവസ്ഥയ്ക്കും സഹായിക്കുന്ന ഒരാളാണ്. ഈ പാൻക്രിയാസ് അത് മാത്രമല്ല ചെയ്യുന്നത്, എന്താണ്, ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതിനായിട്ട് പാൻക്രിയാസിന് എന്താണ്, ഒരു ആൽഫ സെൽസും ഉണ്ട്, ബീറ്റാ സെൽസും ഉണ്ട്. ഓക്കെ മക്കളെ, ഈ പഴംപൊരി പോലെ ഇരിക്കുന്ന ഭാഗമാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ, പാൻക്രിയാസിന് എന്താണ്, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് 2 തരത്തിലുള്ള കോശങ്ങളുണ്ട് അല്ലെങ്കിൽ സെൽസുകളുണ്ട്. ആൽഫ സെൽസും ഉണ്ട്, ബീറ്റാ സെൽസും ഉണ്ട്. ഇതിനകത്ത് ആൽഫ സെൽസ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ബീറ്റാ സെൽസ് എന്താണ്, ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് പാൻക്രിയാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത് പാൻക്രിയാസ് ആണ്. ഓക്കെ, കളർ മാറ്റാം മിസ്. യെസ്, ഇത് പാൻക്രിയാസിൽ എന്തുണ്ട്, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അവിടെ എന്തുണ്ട്, ബീറ്റാ സെൽസ് ഉണ്ട്, അതുപോലെ തന്നെ ആൽഫ സെൽസും ഉണ്ട്. ഓക്കെ, ആൽഫ സെൽസും ഉണ്ട്. ഇതിനകത്ത് ബീറ്റാ സെൽസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൽഫ സെൽസോ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഹോർമോണാണ് പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് ഏതാണ്, ഇൻസുലിനും, മറ്റേത് ഗ്ലൂക്കഗോൺ. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്, ബീറ്റാ സെൽസ് ആണ്. ഗ്ലൂക്കഗോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്, ആൽഫ സെൽസ് ആണ്. ഇനി ഇൻസുലിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയിരിക്കുകയാണെങ്കിൽ, രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയിരിക്കുകയാണെങ്കിൽ അതിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ആളാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്.
ഓക്കെ, രക്തത്തിൽ, അതായത് നോർമലി കണ്ടിട്ടില്ലേ, ഷുഗർ ഉള്ള ആൾക്കാരാണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അവരുടെ ബോഡിയിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, പുറത്തുനിന്ന് ഇഞ്ചക്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇൻസുലിൻ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ശരീരത്തിൽ എന്താണ്, രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ ആ ഗ്ലൂക്കോസിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ആളാണ് ആര്, ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇനി ആൽഫ സെല്ലിൻ്റെ കേസ് എടുക്കാം. ആൽഫ സെൽ എന്ന് പറയുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. ഈ ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലൂക്കഗോൺ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ അതിനെ കൂട്ടാൻ സഹായിക്കുന്ന ആരാണ്, ഗ്ലൂക്കഗോൺ ആണ്. ഇൻസുലിൻ എന്താ ചെയ്യുന്നത്, കൂടി നിൽക്കുന്ന ഹോർമോണിനെ കുറയ്ക്കുന്നു. ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യുന്നു, കുറഞ്ഞു നിൽക്കില്ല. അതായത് ചില കണ്ടീഷനിൽ ചില ആൾക്കാർ 2-3 ദിവസമൊക്കെ ഭക്ഷണം കഴിച്ചില്ലെന്ന് വെച്ചോ, അപ്പോൾ അവർക്കിടെ നോർമലി എന്താണ്, ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറയുകയാണെങ്കിൽ അതിന് കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. A group of cells in pancreas in the function in the relation to hormone production is called islets of Langerhans. അതായത് ഹോർമോൺ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പറയുന്ന പാൻക്രിയാസിലെ ഒരു കൂട്ടം കോശങ്ങളെയാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. ഇതിൽ 2 തരത്തിലുള്ള സെൽസ് ഉണ്ട്, ഓൾറെഡി പറഞ്ഞിരുന്നു, ആൽഫ സെൽസും അതുപോലെ ബീറ്റാ സെൽസും. ആൽഫ സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പറയുന്ന ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ ബീറ്റാ സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവ രണ്ടുമാണ് നമ്മുടെ ഈ ശരീരത്തിലെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഫ്ലോ ചാർട്ടൊക്കെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ മക്കളെ. ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, നോർമലി നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് എന്ന് വെച്ചാൽ 70-100 കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 70-110 എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്തപ്പോൾ 70-100 ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ മോളിൽ കൊടുത്തിരിക്കുന്ന കൂടിയ അവസ്ഥയാണ്. അതായത് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി, നോർമലി 70-110 എന്നുള്ളത് ഒരു 130 നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് 130 ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് പാൻക്രിയാസ് എന്ത് ചെയ്യുന്നുണ്ട്, പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് ഇത് അറിഞ്ഞിട്ട് അപ്പം തന്നെ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇൻസുലിൻ്റെ ഹോർമോണിൻ്റെ ഉൽപ്പാദനം നടക്കുന്നുണ്ട്. നേരെ ഇൻസുലിൻ ചെന്നിട്ട് മനസ്സിലാക്കിയാണ്, അയ്യോ അതായത് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഭയങ്കര കൂടുതലാണ്, കുറച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ ആരോടാണ്, ഈ ഇവിടെ നിന്നിട്ട് ലിവറിനോട് ചെന്നിട്ട് പറയും, എന്താണ്, എൻ്റെ പൊന്നിൽ ലിവർ ചേട്ടാ, ആ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റാൻ പറയും. ഓക്കെ, ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നുണ്ട്, ഗ്ലൈക്കോജൻ ആക്കി മാറ്റാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ കൂടുതൽ വന്ന രക്തത്തിലെ ഗ്ലൂക്കോസിന് എന്താണ്, ഈ പറയുന്ന കരളിൽ എന്താക്കി മാറ്റുന്നുണ്ട്, ഗ്ലൈക്കോജൻ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും അടുത്തത് നമ്മുടെ സെൽസിനോട് ചെന്നിട്ട് പറയും, എൻ്റെ പൊന്നു ചേട്ടാ, നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഭയങ്കര കൂടുതലാണ്, കുറച്ച് ചേട്ടൻ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കോ, എന്നാൽ മാത്രമാണ് എനിക്ക് 70-100 എന്നുള്ള റേഞ്ചിലേക്ക് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടിഷ്യൂ പറയും, ഓക്കെ, ഞാൻ ആ ഗ്ലൂക്കോസിൻ്റെ അടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കാന്ന് പറയും. അങ്ങനെയാണ് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ നമ്മുടെ ഈ പറയുന്ന പോലെ മധുരം കൂടുതൽ കഴിച്ചാൽ വണ്ണം വെക്കും എന്ന് പറയില്ലേ, കാരണം ഇതാണ് കാര്യം. മധുരം കൂടുമ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഒരു ലഡു കഴിച്ചെന്ന് ചോദിച്ചു, അപ്പോൾ തന്നെ എൻ്റെ ഗ്ലൂക്കോസ് റൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കൊണ്ടുപോയിട്ട് ടിഷ്യൂ കൊണ്ട് വെക്കുക, അതുവഴി എന്ത് ചെയ്യും, ഞാൻ വണ്ണം വെക്കും. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയുകയാണെങ്കിൽ അപ്പം തന്നെ എന്താണ്, പാൻക്രിയാസ് അപ്പം തന്നെ നമ്മുടെ ഈ പറയുന്ന ആൽഫ സെൽസിലെ ഗ്ലൂക്കഗോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലിവറിനോട് എന്നിട്ട് പറയും, ചേട്ടാ, ഇപ്പം നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഭയങ്കര കുറവാണ്, അപ്പോൾ ചേട്ടൻ എന്ത് ചെയ്യും, നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ എന്താക്കി മാറ്റുക, ഗ്ലൂക്കോസ് ആക്കി മാറ്റുക. അതുപോലെ അമിനോ ആസിഡ് ഉണ്ടെങ്കിൽ അതിനെയും കൂടി തന്നേക്ക് ഗ്ലൂക്കോസ് ആക്കിയിട്ട് എന്ന് പറയും. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് 70-100 എന്നുള്ള രീതിയിലാക്കുന്നുണ്ട്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുകയും കുറയുകയും ചെയ്യുന്നത്. ഓക്കെ, ഇത് ഒരേ സമയത്ത് നടക്കുന്ന കാര്യമല്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു മധുരം കഴിച്ചു, ആ സമയത്ത് അപ്പോൾ ചിലപ്പോൾ എൻ്റെ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് 130 അപ്പോഴാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. ഇനി ഞാൻ ഒരാഴ്ച ഒന്നും പട്ടിണി കിടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഒരു 3 ദിവസം ഞാൻ ഭക്ഷണം കാര്യമായിട്ട് കഴിച്ചില്ലെങ്കിൽ എൻ്റെ നോർമലി ഷുഗർ ലെവൽ കുറയും. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രവർത്തനം നടന്നിട്ടാണ് 70-100 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് എൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാനായിട്ട് സെറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, റെഗുലേഷൻ ഓഫ് ഗ്ലൂക്കോസ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് എളുപ്പത്തിന് ബോക്സിലാക്കിയെന്നുള്ളൂ കേട്ടോ, നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഡയബറ്റിക്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മിസ് നേരത്തെ പറഞ്ഞു. നമ്മുടെ വീഡിയോകളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരാൾക്കെങ്കിലും പ്രമേഹ രോഗം അല്ലെങ്കിൽ ഡയബറ്റിക് കാണാൻ സാധിക്കും. ഓക്കെ, ഡയബറ്റിക് മെലിറ്റസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ ഷുഗർ ലെവൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 70-100 അപ്പോൾ 70-100 126 മുകളിലേക്ക്, അതായത് 110 പോയിക്കോട്ടെ, കുഴപ്പമില്ല, 120 പോയിക്കോട്ടെ, പ്രശ്നമില്ല. അതൊക്കെ പ്രീ ഡയബറ്റിക് ഫേസ് എന്ന് പറയാം, അതായത് ഡയബറ്റിക്കിന് സാധ്യതയുള്ളവരാണെന്ന് പറയാം. പക്ഷേ ചില ആൾക്കാരുടെ ബ്ലഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് 126 മുകളിലാണെങ്കിൽ അവർക്ക് എന്താണ്, പ്രമേഹ രോഗമാണടാ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ശരാശരിയിൽ നിന്ന് 126 മുകളിൽ വരികയാണെങ്കിൽ ആ രോഗാവസ്ഥയുടെ പേരാണ് ഡയബറ്റിക് മെലിറ്റസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ആൾക്കാരുടെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അമിതമായിട്ട് വിയർപ്പായിരിക്കും, ദാഹമായിരിക്കും,
ഭയങ്കര ദാഹം വരും, അതുപോലെ തന്നെ ഭയങ്കര വിശപ്പായിരിക്കും, എപ്പോഴെപ്പോഴും കഴിക്കണം എന്നുള്ള വിചാരം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കണമെന്ന് തോന്നി, അതായത് എപ്പോഴും യൂറിനേഷൻ, ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ആയിരിക്കും, ബോഡി വെയിറ്റ് ഭയങ്കരമായിട്ട് കുറയും, അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും. ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്തേക്ക്, ഗ്ലൂക്കോസ്, ബ്ലഡ് ചെക്ക് ചെയ്യുക വെച്ചാൽ ഗ്ലൂക്കോസിൻ്റെ അളവൊന്ന് ചെക്ക് ചെയ്തേക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എനിക്കുണ്ടല്ലോ മിസ്, എനിക്ക് എപ്പോഴെപ്പോഴും വിശക്കും, എനിക്ക് എപ്പോഴെപ്പോഴും കിടക്കണം എന്നുള്ള വിചാരം മാത്രമാണ്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തേക്ക്, നോക്കാം, ചിലപ്പോൾ നിങ്ങളുടെ മടി കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അതായത് ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, 126 മുകളിലാണ് നിങ്ങളുടെ ഗ്ലൂക്കോസിൻ്റെ ലെവലെങ്കിൽ ആ ഒരു കണ്ടീഷനെ ഡയബറ്റിക് മെലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്നു. ഓൾറെഡി പറഞ്ഞ കാരണം ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കര ദാഹമായിരിക്കുള്ളൂ, എപ്പോഴെപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താ, എവിടെയെങ്കിലും മുറിഞ്ഞു കഴിഞ്ഞാൽ, അത് ഓൾറെഡി ഉള്ളതാണ്, നമ്മുടെ ഷുഗർ പേഷ്യൻസ് അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസിൻ്റെ ആൾക്കാരുടെ എവിടെയെങ്കിലും മുറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പൊറുക്കില്ല, കുറച്ച് നാൾ പിടിക്കും. ഇനി അതുപോലെ ഭയങ്കര ക്ഷീണമായിരിക്കും. പിന്നെന്താണ് ബ്ലർ വിഷൻ, അതായത് നമ്മുടെ ഷുഗർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ബാധിക്കുന്ന കണ്ണിനെയാണ് കേട്ടോ. കണ്ണ് ഭയങ്കര, നമ്മൾ വിചാരിക്കും ഷുഗർ അതൊക്കെ നോർമൽ, ഇപ്പോൾ അതൊരു എന്താ പറയുക സ്റ്റൈലായിട്ടുള്ള രോഗമല്ലേ, ഇത് ഇപ്പോൾ ഒരു ട്രെൻഡാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അല്ലടാ, ഈ പറയുന്ന ഷുഗറിൻ്റെ അളവ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് ഭയങ്കരമായിട്ട് പ്രശ്നം വരും, കണ്ണിൻ്റെ കാഴ്ച പോകും, ബ്ലർ വിഷൻ ആയിരിക്കും. പിന്നെ എന്താണ് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ, അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ശൂശു വയ്ക്കാൻ തോന്നിക്കൊണ്ടിരിക്കും. പിന്നെ അതുപോലെ നമ്മുടെ വെയിറ്റ് ലോസ്, ഭയങ്കരമായിട്ട് വെയിറ്റ് കുറയും. ഓക്കെ, ഇനി ഡയബറ്റിക് ടൈപ്പ്, അതായത് ഡയബറ്റിക് എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട്, ടൈപ്പ് 1 ഒന്ന് ടൈപ്പ് 2. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ടൈപ്പ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ്റെ എന്തെങ്കിലും ഉൽപ്പാദനം, അതായത് എന്തെങ്കിലും ഉൽപ്പാദനം കുറവോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ആ റേഞ്ചിലുണ്ടാകുന്ന ഇഷ്യൂസ് കൊണ്ട് ഉണ്ടാകുന്നതാണ് ടൈപ്പ് 2 എന്ന് പറയുന്നത്. ടൈപ്പ് 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഈ ഇൻസുലിൻ്റെ, അതായത് ഇൻസുലിൻ്റെ ഇൻസുലിൻ പ്രവർത്തിക്കില്ല. ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടാവാത്ത കണ്ടീഷനാണ് ടൈപ്പ് 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. ടൈപ്പ് 2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റക്കുറച്ചിൽ, ഇൻസുലിൻ്റെ ഈ പറഞ്ഞ ഏറ്റക്കുറച്ചിൽ കാരണങ്ങൾ കൊണ്ടിട്ടൊക്കെ ആയിരിക്കാം. ടൈപ്പ് 1 എന്ന് വെച്ചാൽ ഇൻസുലിൻ്റെ പ്രൊഡക്ഷനേ ഉണ്ടാവില്ല. അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റിക് ഇസ് എ കണ്ടീഷൻ കോസ്ഡ് ബൈ ദ ഫാക്ടേഴ്സ് സച്ച് ആസ് വേരിയേഷൻ ഇൻ ഇൻസുലിൻ പ്രൊഡക്ഷൻ, ലാക്ക് ഓഫ് ഡയറ്ററി കൺട്രോൾ. നമ്മൾ കറക്റ്റായിട്ട് ഭക്ഷണശീലം ഇല്ലെങ്കിലൊക്കെ നമുക്ക് ഈ ടൈപ്പ് 2 വരാനുള്ള ചാൻസ് കൂടുതലാണ്. കറക്റ്റായിട്ട് നമ്മൾ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറവുണ്ടാകും. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഇൻസുലിൻ പ്രവർത്തിച്ചില്ലെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള ഡയറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിലൊക്കെ എന്താണ് ഭയങ്കരമായിട്ട് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഷുഗറുള്ള ഭക്ഷണം എന്ന് കഴിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ലഡു ജിലേബി ഒക്കെ നല്ലടാ, ചോറ് ചപ്പാത്തിയിലൊക്കെ എന്തുണ്ട് ഈ പറഞ്ഞ ഷുഗർ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന വഴി നമുക്ക് ഈ പറഞ്ഞ പോലെ ടൈപ്പ് 2 എന്ന് പറയുന്ന പ്രമേഹം വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ടൈപ്പ് 1 എന്ന് പറയുന്നത്, അതായത് ഈ ബീറ്റാ സെൽസ്, ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, ബീറ്റാ സെൽസ് അവിടെ നശിച്ചു പോയിട്ടുണ്ടാവും, ആ ഒരു കണ്ടീഷനാണ് ടൈപ്പ് 1 എന്ന് പറയുന്നത്. അത് നോർമലി ജനിതകപരമായിട്ട് ജനറ്റിക്കലി വരുന്നതാണ്. ചില കുട്ടികളിലൊക്കെ ജനിച്ച നാളോട്ട് ഈ പറഞ്ഞ പോലെ ഈ ഒരു സംഭവം ഉണ്ടാവും, ടൈപ്പ് 1 എന്ന് പറയുന്ന കണ്ടീഷൻ വരികയും അവർ അന്ധകാലം തൊട്ട്, ആ ചെറുപ്പകാലം തൊട്ട് ഇൻസുലിൻ്റെ ഇതെടുക്കുന്നവരായിരിക്കും കേട്ടോ. അപ്പോൾ അതാണ്. പിന്നെ രോഗം വരുന്നതിനേക്കാൾ നല്ലത് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യില്ലല്ലേ. അപ്പോൾ അന്ന് ഷുഗർ വരട്ടെ, വരുന്ന സമയത്ത് നമുക്ക് ഫേസ് ചെയ്യും, ആ മൈൻഡ് തന്നെ മാറ്റുക. രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് നമ്മൾ കൂടുതലായിട്ട് സ്വീകരിക്കേണ്ടത്. അതിനായിട്ട് നമ്മുടെ ജീവിതശൈലികൾ മാറ്റം വരുത്തുക. അതായത് ഫുഡുകൾ അമിതമായിട്ട് കഴിക്കാതിരിക്കുക. അതായത് ഷുഗർ അടങ്ങിയിരിക്കുന്ന ഫുഡിന്, ചോറായാലും ചപ്പാത്തിയൊക്കെ ആയാലും വാരി വലിച്ച് കഴിക്കുന്നതിന് പകരം ഇതിലൊരു ലിമിറ്റ് ഇടുക. ലഡു ജിലേബി അങ്ങനെയുള്ള ചോക്ലേറ്റ് കാര്യങ്ങൾ, ചായ ചായ അഡിക്റ്റ് ഉണ്ടാവും, മിസ്സും ഒരു ചായ അഡിക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാം. അതാണ്. അതായത് നമ്മൾ രോഗം വരുന്നതിനേക്കാൾ നല്ല നമ്മൾ അതിനുള്ള വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇനി ഇൻ കേസ് അങ്ങനത്തെ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് ഡയഗ്നോസ് ചെയ്യുക കേട്ടോ. പിന്നെ ഭക്ഷണശീലം കറക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ നന്നായിട്ട് വ്യായാമം ചെയ്യുക, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക. ജിമ്മിൽ പോകാനൊന്നുമല്ല മിസ് ഉദ്ദേശിച്ചത്. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് വീടിന് ചുറ്റുമൊക്കെ നടക്കുക, അതുപോലെ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴൊക്കെ നടന്ന് വരാനൊക്കെ ശ്രമിക്കുക. പുറത്ത് പട്ടിയൊക്കെ ഉണ്ടെന്ന് അറിയാം, എന്നാലും പറഞ്ഞാൽ നമുക്ക് നടന്നു പോകാനുള്ള ദൂരം ഉള്ളെങ്കിൽ നടന്നു തന്നെ പോകാം കേട്ടോ. ഇനി എമർജൻസി സിറ്റുവേഷൻ, ബ്ലഡിന്ന് ലൈറ്റ് ഇരുന്ന് ഇങ്ങനെ തെളിയണുണ്ടോ, എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡിയിലും എമർജൻസി സിറ്റുവേഷൻസിനെ തരണം ചെയ്യാനായിട്ട് എന്തുണ്ട്, ഗ്ലാൻഡുകൾ ഉണ്ടടാ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഓവർകം എമർജൻസി സിറ്റുവേഷൻ, അടിയന്തര ഘട്ടങ്ങളെ എങ്ങനെ തരണം ചെയ്യാന്നുള്ളത്. അതായത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചാണ് അടിയന്തര സിറ്റുവേഷൻ. ഒരു പട്ടി ഓടിച്ചിട്ടാണ് നിൽക്കുന്നത്, നമ്മൾ ഓടിപ്പോകുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഒരു പാമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്ന കാണുമ്പോൾ നമ്മൾ അയ്യോ എന്ന് പറഞ്ഞ് ഓടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്നതാണ് സിമ്പത്തറ്റിക് സിസ്റ്റം ആൻഡ് പാരാസിമ്പത്തറ്റിക് എന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ആ സിമ്പത്തറ്റിക് സിസ്റ്റത്തിനെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിനും ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് മെസ്സേജ് കൊടുക്കുന്ന ആളാണ് നമ്മുടെ ഹോർമോൺസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഈ എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴും ഈ ഹോർമോൺസ് ആക്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ നോർമലി ഈ പറഞ്ഞ അപകട സിറ്റുവേഷൻ അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്ന ഹാർട്ട് ബീറ്റ്സ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. അത് പട്ടി ഓടിച്ചിട്ടാലും പാമ്പ് ഓടിച്ചിട്ടാലും, അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് സുനാമി വരുന്നു എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് SLCയുടെ റിസൾട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഹാർട്ട് ബീറ്റ് കാര്യങ്ങൾ, അതൊക്കെ നമ്മളെ സംബന്ധിച്ച എമർജൻസി സിറ്റുവേഷൻ ആണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് ബീറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മുടെ ശ്വാസകോശം വികസിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ, മാറിപ്പോയി.
അങ്ങനെയാണ് പറയപ്പെടുന്നത്. ശ്വാസകോശം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ പ്യൂപ്പിൾ ഡൈലേറ്റ് അല്ലേ, നമ്മുടെ കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നുണ്ട്. അതായത് കുഞ്ഞ് ആ ഒരു ഉണ്ട കണ്ടില്ലേ നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഉള്ളിലായിട്ട്, ഐറിസിൻ്റെ ഉള്ളിലായിട്ടൊരു ഭാഗമുണ്ട്, അത് എന്ത് ചെയ്യുന്നുണ്ട്, വലുതാകുന്നുണ്ട്. അതുപോലെ ഉമിനീരിൻ്റെ ഉൽപ്പാദനം, നമ്മൾ തൊണ്ടയിൽ ഇങ്ങനെ വെള്ളം കിട്ടില്ല, ഭയങ്കര ഡ്രൈ ആയ പോലെയൊക്കെ തോന്നും. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ് നമ്മുടെ ഈ പറയുന്ന ബോഡിയിലെ കുറേ ഇതാണ് ലക്ഷണങ്ങളാണ്. എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് ശാരീരിക മാറ്റങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ നമ്മളെ സഹായിക്കുന്ന സിമ്പത്തറ്റിക് സിസ്റ്റമാണ് അല്ലേ. ആ സിമ്പത്തറ്റിക് സിസ്റ്റത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഗ്ലാൻഡാണ് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് എമർജൻസി സിറ്റുവേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് അടിയന്തര ഘട്ടങ്ങളായിക്കോട്ടെ, ആ സമയത്ത് സിമ്പത്തറ്റിക് സിസ്റ്റത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഗ്ലാൻഡ്, അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷനിൽ പ്രവർത്തിക്കുന്ന ഗ്രന്ഥി എന്ന് പറയുന്ന ആരാണ്, അഡ്രിനൽ ഗ്ലാൻഡാണ്. നമ്മുടെ കിഡ്നിയുടെ തൊട്ട് മുകളിൽ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കാണപ്പെടുന്നതാണ് എന്ത്, അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. 2 കിഡ്നിയുടെ മുകളിലായിട്ട് ഇത് കാണാൻ സാധിക്കും കേട്ടോ. ഈ അഡ്രിനൽ ഗ്ലാൻഡിനെ കുറിച്ച് പറയും, ഇതിന് 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഓക്കെ, അതിൻ്റെ പുറം ഭാഗത്തിനെ നമ്മൾ കോർട്ടെക്സ് എന്ന് വിളിക്കുന്നു, അകം ഭാഗത്തിനെ മെഡുല എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി മെഡുലയുടെ കേസ് പറയാം. ഫസ്റ്റ് മെഡുലയുടെ കേസ് പറയാം. മെഡുല 2 ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, 2 ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒന്നിൻ്റെ പേര് എപ്പിനെർഫിനും അതുപോലെ തന്നെ നോറെപ്പിനെർഫിനും. ഓക്കെ, 2 ഹോർമോണുകളെയാണ് നമ്മുടെ മെഡുല ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ മെഡുല എന്ന് പറയുന്ന നമ്മുടെ ഈ പറയുന്ന അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ ഉൾഭാഗത്തിനെയാണ് മെഡുല എന്ന് പറയുന്നത്, പുറം ഭാഗത്തിന് കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഈ മെഡുല എന്ത് ചെയ്യുന്നുണ്ട്, 2 ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് എപ്പിനെർഫിനും രണ്ടാമത് നോറെപ്പിനെർഫിനും. ഇതിനെ അഡ്രിനാലിൻ എന്നും പറയുന്നുണ്ട്, നോർ അഡ്രിനാലിൻ എന്നും പറയുന്നുണ്ട്. അടിയന്തര സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചോളൂ, ഒരു ഡൗട്ട് ഇല്ലാതെ എഴുതിക്കോ, എപ്പിനെർഫിനും നോറെപ്പിനെർഫിനും. ഇനി അത് നമുക്ക് പറയാം, അഡ്രിനൽ ഗ്രന്ഥിയുടെ ആന്തരഭാഗമായ മെഡുല എപ്പിനെർഫിനെയും നോറെപ്പിനെർഫിൻ, നോട്ട് ചെയ്ത് വെച്ചോട്ടെ, എപ്പിനെഫ്രിനെയും അതുപോലെ നോറെപ്പിനെഫിനെയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ എപ്പിനെർഫിനും നോറെപ്പിനെർഫിനുമാണ് എന്ത് ചെയ്യുന്നത്, ഹൃദയമിടിപ്പായിക്കോട്ടെ, രക്തസമ്മർദ്ദമായിക്കോട്ടെ, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ്, കാരണം ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടിയാലേ നമുക്ക് ഓടാനുള്ള എനർജി കിട്ടുള്ളൂ. അപ്പോൾ അത് കൂട്ടുന്നു. അതുപോലെ ഹൃദയം, പേശികൾ എന്നിവയിലേക്കുള്ള രക്തപ്രവാഹം അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ഫ്ലോ കൂട്ടുന്നുണ്ട്. അതുപോലെ ത്വക്കിലേക്കും അതുപോലെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്കുള്ള അവയവങ്ങളിലേക്കൊക്കെ ബ്ലഡിൻ്റെ ഫ്ലോ വേണ്ട, കാര്യം അത് പയ്യെ നടന്നാൽ മതി. നമുക്കിപ്പോൾ വേണ്ടത് ഓടാനുള്ളതും ആ ഒരു സിറ്റുവേഷനെ തരണം ചെയ്യാനുള്ള കാര്യങ്ങളാണ് നടത്തേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഡൈജഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മന്ദീഭവിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ആരാണ്, നോറെപ്പിനെർഫിനും എപ്പിനെർഫിനും കൂടിയിട്ടാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ അടിയന്തര സിറ്റുവേഷനിൽ നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റത്തോടൊപ്പം വർക്ക് ചെയ്യുന്ന 2 ഹോർമോൺസ് ആണ് എപ്പിനെർഫിനും നോറെപ്പിനെർഫിനും. ഇത് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ മെഡുല അല്ലെങ്കിൽ ഉള്ളിലെ ആന്തരഭാഗമായ മെഡുലയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി പുറം ഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കോർട്ടിക്കോസ്റ്റെറോയിഡ്. ഓക്കെ, കോർട്ടിക്കോസ്റ്റെറോയിഡ് എന്ന് പറയുന്നു. കോർട്ടിക്കോസ്റ്റെറോയിഡ് എന്ന് വെച്ചാൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ ഹോർമോണുകളെയാണ് കോർട്ടിക്കോസ്റ്റെറോയിഡ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്ത് വരുന്നുണ്ട്, ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് വരുന്നുണ്ട്, മിനറലോ കോർട്ടിക്കോയിഡ് വരുന്നുണ്ട്, ഗൊണാഡോ കോർട്ടിക്കോയിഡ് വരുന്നുണ്ട്. ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് എന്താ, ഗ്ലൂക്കോസ്. ഓക്കെ, ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൺട്രോൾ കാര്യങ്ങളൊക്കെ നോക്കാനാണ്. മിനറലോ കോർട്ടിക്കോയിഡ് മിനറൽസിൻ്റെ ആണ്. പിന്നെ ഗൊണാഡോ കോർട്ടിക്കോയിഡ് എന്ന് വെച്ചാൽ സെക്സ് ഓർഗനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, ഗൊണാഡ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് പഠിക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ കോർട്ടെക്സ് ഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ കോർട്ടിക്കോസ്റ്റെറോയിഡിൽ വരുന്നതാണ് കോർട്ടിസോൾ. കോർട്ടിസോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസ്, ഞാൻ പറഞ്ഞു ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്, അതാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ ബോഡിയിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ, ഹോമിയോസ്റ്റാസിസ്, അത് ഗ്ലൂക്കോസിൻ്റെ സന്തുലനാവസ്ഥ കറക്റ്റായിട്ട്, നമ്മൾ ഇൻസുലിനും ഗ്ലൂക്കോണും ചെയ്യുന്നുണ്ട്, അത് കറക്റ്റായിട്ട് പോകാനായിട്ട് കോർട്ടിക്കോളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇമ്മ്യൂൺ റെസ്പോൺസിനെ, അതായത് നമ്മുടെ പ്രതിരോധ ശേഷിയെ മന്ദീഭവിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതായത് പ്രതിരോധ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരുടെ കണ്ടീഷൻസിലൊക്കെ, അതായത് ഇപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെയൊക്കെ കേസ് എടുക്കുകയാണെങ്കിൽ ചില സമയത്ത് തൈറോയ്ഡ് ഗ്ലാൻഡിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, പക്ഷെ അവർ കറക്റ്റായിട്ട് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. ആ ഹോർമോണുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴി ഈ പറയുന്ന ആ ഒരു ഹോർമോൺ കറക്റ്റായിട്ട് എല്ലാ ശരീരത്തിലേക്ക് എത്താതെ പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്ന ആരാണ്, ഈ കോർട്ടിസോളാണ്. ഇനി റെസിസ്റ്റ് ഇൻഫ്ലമേഷൻ ആൻഡ് അലർജി, നമ്മുടെ നീർവീക്കം, അലർജി കാര്യങ്ങളൊക്കെ റെസിസ്റ്റ് ചെയ്യുന്ന, പ്രതിരോധിക്കുന്ന ആര് തന്നെയാണ്, നമ്മുടെ കോർട്ടിസോളാണ്. രണ്ടാമത് ആൽഡോസ്റ്റെറോൺ ആണ്. ആൽഡോസ്റ്റെറോൺ എന്താണ്, നമ്മുടെ ഈ പറയുന്ന മിനറൽസിൻ്റെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്ത്, മിനറൽസ് ലവണങ്ങളുടെ സന്തുലനാവസ്ഥ പരിപാലിക്കുന്ന, മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്, ആൽഡോസ്റ്റെറോൺ ആണ്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ നമ്മുടെ ബ്ലഡ് പ്രഷറും റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്ലഡ് പ്രഷറിന് റെഗുലേറ്റ് ചെയ്യുന്നത്. ആൻഡ്രോജൻ എന്ന് വെച്ചാൽ കൺട്രോൾ സെക്ഷൽ ഡെവലപ്മെൻറ്റ് ആൻഡ് സെക്ഷൽ ബിഹേവിയർ, നമ്മുടെ സെക്ഷൽ ഡെവലപ്മെൻറ്റും സെക്ഷൽ ബിഹേവിയറും കൺട്രോൾ ചെയ്യുന്നത് ആൻഡ്രോജൻ ആണ്. ഓക്കെ, കോർട്ടിസോൾ എന്നാണ് ഗ്ലൂക്കോസിൻ്റെ ലെവൽ, ആൽഡോസ്റ്റെറോൺ എന്താണ് മിനറൽസിൻ്റെ ലെവൽ, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറും, ആൻഡ്രോജൻ ഗൊണാഡ്സിൻ്റെ സെക്ഷൽ ബിഹേവിയറും അതുപോലെ തന്നെ സെക്ഷൽ ഡെവലപ്മെൻറ്റ്സും സെറ്റ് ചെയ്യുന്നു. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ കോർട്ടിക്കോസ്റ്റെറോയിഡിൽ വരുന്ന 3 ഹോർമോൺസ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കോർട്ടിസോൾ, ഗ്ലൂക്കോസ്, ആൽഡോസ്റ്റെറോൺ, മിനറൽസ്, ആൻഡ്രോജൻ എന്താണ് സെക്ഷൽ ബിഹേവിയർ ആൻഡ് സെക്ഷൽ ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഗൊണാഡ്സ് എന്ന് എഴുതിയാലും കറക്റ്റ് തന്നെയാണ് കേട്ടോ.
ഇനി അടുത്തത്, നമ്മളെല്ലാവരും ഉറങ്ങുകയും ചെയ്യുന്നുണ്ട്, ഉണരുകയും ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഉറക്കത്തിൻ്റെ കേസ് പറയാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ ഉറങ്ങുന്നതായിക്കോട്ടെ ഉണരുന്നതായിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്കൊരു ഗ്ലാൻഡ് ഉണ്ട്. അതിൻ്റെ പേരാണ് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഉണരാനായിട്ട് ഭയങ്കര മടി, പക്ഷെ ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ആരാ നോക്കുന്നത് നമുക്ക് നോക്കാം. യെസ്, അതിന് പീനിയൽ ഗ്ലാൻഡ് ആണ്. നമ്മുടെ ബ്രെയിൻ്റെ ഉള്ളിൽ ഈ ഒരു ഭാഗത്ത് കാണപ്പെടുന്നതാണ് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ പീനിയൽ ഗ്ലാൻഡ് ആണ് നമ്മുടെ ഉറക്കം കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വരുത്താനായിട്ട് സഹായിക്കുന്നത് പീനിയൽ ഗ്ലാൻഡ് ആണ്. അപ്പോൾ ഈ പീനിയൽ ഗ്ലാൻഡ് ഒരു ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മെലാറ്റോണിൻ കേട്ടോ. മെലാറ്റോണിൻ ആണ്. മെലാനിൻ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അത് പിഗ്മെൻ്റ് ആണ്. മെലാറ്റോണിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഡേ ആയിക്കോട്ടെ നൈറ്റ് ആയിട്ടല്ല, ഉറക്കമായിക്കോട്ടെ ഉണരൽ അല്ലെങ്കിൽ നമ്മൾ എഴുന്നേക്കുന്ന ആയിക്കോട്ടെ, ഇത്തരം കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാ? മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാം. നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ മസ്തിഷ്കം അല്ലെങ്കിൽ ബ്രെയിനിലെ തലാമസിന് താഴെയായിട്ടാണ്, തലാമസിന് തൊട്ടടുത്തായിട്ട് കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ പീനിയൽ ഗ്ലാൻഡ് ഒരു ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, മെലാറ്റോണിൻ എന്നാണ്. ഈ മെലാറ്റോണിൻ്റെ അളവ് മൂലമാണ് നമുക്ക് ഉറക്കവും അതുപോലെ ഉണരലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, കണ്ടോ, ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് ഉച്ചയ്ക്ക് 12 മണിയാണ്, ഇത് 4 മണിയാണ് കേട്ടോ, ഇത് 4 മണിയാണ്, 8 മണിയാണ്, 10 മണിയാകുമ്പോഴേക്കും മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കൂടി വരുന്നുണ്ട്. 12 മണിയൊക്കെ ആകുമ്പോൾ കൂടുതലാണ്, പിന്നെ ഒക്കെ 4 മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകും നമുക്ക് ഉറക്കം വരുന്നത് എന്താണ്? നമ്മുടെ ബോഡിയിലെ മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കൂടുമ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത്. ഓക്കെ, നമ്മൾ ശരിക്കും കറക്റ്റായിട്ട് ഉറങ്ങുകയാണെങ്കിൽ ഒരു 4 മണി 3 മണി സമയം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കൂടിക്കുന്ന സമയം, നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്ന സമയം. പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 3 മണി 4 സമയത്തൊക്കെ കള്ളന്മാർ വന്ന് കയറുന്നത്. കാരണം ആ സമയത്ത് എല്ലാവരും ഭയങ്കര ഡീപ്പ് ഉറക്കമായിരിക്കും. കാരണം എന്താ? മെലാറ്റോണിൻ്റെ അളവ് ആ ടൈമിൽ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കൂടുമ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത് കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്നത് അതുകൊണ്ടാണ്. ഉണരുന്നത് എന്താണ്? കണ്ടോ, ഇവിടെ ഇങ്ങോട്ട് എത്തിയപ്പോൾ 8 മണിയൊക്കെ ആകുമ്പോഴേക്കും മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു, അതായത് 5 മണിയൊക്കെ ആയപ്പോഴേക്കും മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു വരിക. അതനുസരിച്ച് നമ്മൾ ഉറക്കം വിട്ടിട്ട് ഉണറിലേക്ക് കടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എഴുന്നേക്കുന്നതിലേക്ക് കടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മെലാറ്റോണിൻ എന്താണ്? ഈ പറഞ്ഞ രാത്രി കാലങ്ങളിലാണ് കൂടുതലായിട്ടുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. ആ ഒരു രാവിലെ ആകുമ്പോഴേക്കും മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നുണ്ട്. അപ്പോൾ മെലാറ്റോണിൻ ദിവസത്തിൽ 24 മണിക്കൂർ നിന്ന് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ആരാണ്? മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയായ പീനിയൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ പീനിയൽ ഗ്രന്ഥിയെ നമ്മുടെ ബോഡിയിലെ ബയോളജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ ജൈവ ഘടികാരം എന്ന് പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ വരാറുണ്ട്, നമ്മുടെ ബോഡിയിലെ ബയോളജിക്കൽ ക്ലോക്ക് ആയിട്ടുള്ള ഗ്ലാൻഡ് ഏതാണ്? ഒരു ഡൗട്ടും ഇല്ലാതെ എഴുതിക്കുക പീനിയൽ ഗ്ലാൻഡ്, അല്ലെങ്കിൽ ജൈവ ഘടികാരം ഏതാണ്? പീനിയൽ ഗ്രന്ഥി എന്നുള്ളത് പറഞ്ഞേക്കുക. ഇനി ഉറങ്ങുന്നതിന് ഇരുട്ട് ആവശ്യമാണോ? എന്തുകൊണ്ട്? അതായത് അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഫോൺ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇരുട്ട് വരുന്നതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കറക്റ്റായിട്ട് അതായത് മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം വരണം എന്നൊക്കെ നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ ഫോൺ നോക്കിയാൽ, പ്രത്യേകിച്ച് അതിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം ഉണ്ടാവുകയില്ല, അത് പിന്നെ ഡിലേ വരുന്നുണ്ട്. അതുമൂലം നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. രാത്രിയിൽ കൂടുതൽ സമയം കമ്പ്യൂട്ടറിന് മുന്നിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മൊബൈലിൻ്റെ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഉറക്കം വരാതിരിക്കുന്നുണ്ട്. തുടർച്ചയായ ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകൽ ഉറങ്ങാൻ, അതായത് നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഉറങ്ങുന്നില്ലേ, പകൽ ഉറക്കത്തിന് കാരണമാക്കുന്നുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് ഇത്ര ഉപകരണങ്ങൾ എപ്പോഴും എന്താണ് നമ്മൾ ഉപയോഗം തീർത്തും മാറ്റിവെക്കണം. എന്നാൽ മാത്രമാണ് മസ്തിഷ്കത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ മെലാറ്റോണിൻ്റെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല ഉറക്കം കിട്ടുകയുള്ളൂ. ഇനി അടുത്തതാണ് ഇമ്മ്യൂണിറ്റിക്ക് പിന്നിൽ, പ്രതിരോധത്തിന് പിന്നിലുള്ള ഒരു ഗ്ലാൻഡാണ് തൈമസ് ഗ്ലാൻഡ്. ഓക്കെ, തൈമസ് ഗ്ലാൻഡ് കണ്ടോ, ഇവിടെയാണ് കണ്ടോ, ബലൂൺ ചുരുങ്ങിയ പോലെ ഇരിക്കുന്ന ആ ഗ്ലാൻഡാണ് തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ തൈമസ് ഗ്ലാൻഡ് ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, തൈമോസിൻ എന്നാണ് പറയുന്നത്. തൈമോസിൻ. ഓക്കെ, തൈമോസിൻ. ഓക്കെ, തൈമസ് ഗ്ലാൻഡ് തൈമോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓക്കെ അല്ലേടാ, സെറ്റ് അല്ലേ? അപ്പോൾ ഇത് സാധാരണയായിട്ട് തൈമോസിൻ ഗ്ലാൻഡ് നമ്മുടെ സ്റ്റേണത്തിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് കാണപ്പെടുന്നത്, മാറലിൻ്റെ പിന്നിലായിട്ട് കാണപ്പെടുന്നതാണ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇതൊരു ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, തൈമോസിൻ എന്നാണ് പറയുന്നത്. ഈ തൈമോസിൻ എന്തിനാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മുടെ ശരീരത്തിലുള്ള ടി ലിംഫോസൈറ്റിൻ്റെ മെച്ചുറേഷന് വേണ്ടിയിട്ട്. അടുത്ത ചാപ്റ്റർ പഠിക്കോട്ടെ എന്താണ് ടി ലിംഫോസൈറ്റ് എന്നുള്ളത്. ടി ലിംഫോസൈറ്റിൻ്റെ മെച്ചുറേഷന് വേണ്ടിയിട്ട് അത് നമ്മുടെ WBCയിൽ വരുന്ന ഒരു സെൽസാണ്. അപ്പോൾ ഈ ടി ലിംഫോസൈറ്റിൻ്റെ മെച്ചുറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പാകപ്പെടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് തൈമോസിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം, തൈമസ് ഗ്ലാൻഡ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടി ലിംഫോസൈറ്റ്, എല്ലാത്തിനും ടി ആണ് കേട്ടോ. തൈമോസിൻ എന്തിനാണ്? ടി ലിംഫോസൈറ്റുകളുടെ മെച്ചുറേഷനിൽ പാകപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഇനി അടുത്തത് ഹൈപ്പോതലാമസ് ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. എടാ ഈ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ ആന്തര സമസ്ഥിതി നിലനിർത്താൻ സഹായിക്കുന്ന
ഒരാളാണ്, നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഭാഗമാണ് ഹൈപ്പോ തലാമസ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഇതും എന്താണ്, ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് കൂടിയാണ്. കാര്യം ഈ ഹൈപ്പോ തലാമസ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് ഒറ്റയ്ക്ക് മാത്രമല്ല, ഇതിനൊരു കൂട്ടും കൂടി ഉണ്ട്. അതാണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. നമ്മുടെ ബ്രെയിനുള്ളിൽ ഹൈപ്പോ തലാമസിന് തൊട്ട് താഴെയായിട്ടാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവ രണ്ടും കൂടി കൂടിച്ചേർന്നിട്ടാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, അല്ലെങ്കിൽ ഈ പറയുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡുമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഹോർമോൺ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഹൈപ്പോ തലാമസും പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമാണ്. അപ്പോൾ മിക്ക അന്തസ്രാവി ഗ്രന്ഥികളുടെയും അല്ലെങ്കിൽ മിക്ക എൻഡോക്രൈൻ ഗ്ലാൻഡുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെ ഹൈപ്പോ തലാമസ് ആണ്. ഇത് ഹൈപ്പോ തലാമസിന് തൊട്ട് താഴെയായിട്ട് ഒരു സാധനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്തായിരുന്നു? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് 2 ഭാഗങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, 2 ഭാഗങ്ങളുണ്ട്. സാർ ഒരു ഇത് ഇട്ട് തരാൻ പറ്റുമോ, ഒരു സ്ലൈഡ്? ഈ പറയുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് പോസ്റ്റീരിയർ ഭാഗം, മറ്റൊന്ന് ആൻറ്റീരിയർ ഭാഗം. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റിൽ 2 പോസ്റ്റീരിയർ ഭാഗം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ് കേട്ടോ. ഒരു ഭാഗം, അതായത് ഈ ഭാഗം പോസ്റ്റീരിയർ ആണ്, അപ്പോൾ ഈ സൈഡിലുള്ളത് ആൻറ്റീരിയർ ആണ് കേട്ടോ. ഓക്കെ, ഈ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ പെൻ യെസ്, ഈ ഒരു ഭാഗം ഇത് ആൻറ്റീരിയർ ആണ്. അത് ടെക്സ്റ്റിൽ അവിടെയും പോസ്റ്റീരിയർ എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഈ പറയുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് 2 ഭാഗങ്ങളാണുള്ളത്. ഇതിനകത്ത് പോസ്റ്റീരിയർ ഭാഗം എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, അത് ചെയ്യുന്നതിന് മുമ്പ് ഹൈപ്പോ തലാമസ് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് പറയാം കേട്ടോ. അത് പറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലെങ്കിൽ പോസ്റ്റീരിയർ ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതെന്താ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അതായത് ഇതാണ് ഹൈപ്പോ തലാമസ്. ഓക്കെ മിസ്, കളർ മാറ്റാം. റെഡ് വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ. യെസ്, അപ്പോൾ ഇതാണ് ഹൈപ്പോ തലാമസ്. ഹൈപ്പോ തലാമസ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ 4 ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, 4 ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തതാണ് ഓക്സിറ്റോക്സിൻ. രണ്ടാമത്തതാണ് വാസോപ്രസിൻ. ഓക്കെ, വേണ്ട, ആരോ വെച്ച് വരച്ചു തരാം കേട്ടോ. ഓക്കെ, ഓക്സിറ്റോക്സിൻ, വാസോപ്രസിൻ, അതുപോലെ റിലീസിങ് ഹോർമോൺ, ഇൻഹിബിറ്ററി ഹോർമോൺ. ഇങ്ങനെ 4 ഹോർമോൺസിനെയാണ് ഹൈപ്പോ തലാമസ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി മിസ് പറഞ്ഞിരുന്നു, നമ്മുടെ ഈ പറയുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് എന്തുണ്ട്? 2 ഭാഗങ്ങളുണ്ട്. അതായത് ഈ ഹൈപ്പോ തലാമസിന് തൊട്ട് താഴെയായിട്ട് 2 എന്തുണ്ട്? ഈ പറയുന്ന താഴെയായിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് 2 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് പോസ്റ്റീരിയർ, ഇത് പോസ്റ്റീരിയർ ഭാഗമാണ്. ഓക്കെ, ഇത് പോസ്റ്റീരിയർ ഭാഗം, താഴത്തെ ഇതാ, അതായിരിക്കും ഇത്തിരി കൂടെ അറിയാം. ഓക്കെ, ഇത് പോസ്റ്റീരിയർ, ഇത് ആൻറ്റീരിയർ, അതായത് ഇത് പിന്തളവും ഇത് മുൻതളവും. ആൻറ്റീരിയർ. ഇത് ഓക്കെ അല്ലേ? ഹൈപ്പോ തലാമസ് 4 ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നു. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആരുണ്ട്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് 2 ഭാഗങ്ങളുണ്ട്, ഒന്ന് പോസ്റ്റീരിയറും ഒരു ആൻറ്റീരിയർ, പിന്തളവും മുൻതളവും. ഇനി ശ്രദ്ധിച്ച് കേൾക്കാം. ഈ പോസ്റ്റീരിയർ ഭാഗം എന്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ഈ ഹൈപ്പോ തലാമസ് പ്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്തിട്ടുള്ള ഓക്സിറ്റോക്സിനെയും അതുപോലെ തന്നെ വാസോപ്രസിനെയും സ്റ്റോർ ചെയ്യുന്നു. വാസോപ്രസിനെ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോർ ചെയ്ത് സംഭരിച്ച് വെക്കലാണ് പോസ്റ്റീരിയർ ഭാഗം ചെയ്യുന്നത്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അതായത് ഹൈപ്പോ തലാമസ് സെക്രീറ്റ് ചെയ്ത ഓക്സിറ്റോക്സിനും വാസോപ്രസിനും സ്റ്റോർ ചെയ്തിട്ട് എവിടെ വെക്കുന്നു? പോസ്റ്റീരിയർ പാർട്ടിൽ വെക്കുന്നു. അതാണ് ആരുടെ ജോലി? ഈ പറയുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പോസ്റ്റീരിയർ ഭാഗത്തിന് അല്ലെങ്കിൽ പിന്തളം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി അത് വാസോപ്രസിന്റെ ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ വാട്ടറിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക, വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ജലത്തിന്റെ ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് വാസോപ്രസിന്റെ ജോലി. ഓക്സിറ്റോക്സിൻ്റെ ജോലി എന്ന് വെച്ചാൽ ലാക്ടേഷന് വേണ്ടിയിട്ട്, മുലപ്പാൽ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ സ്മൂത്ത് മസിൽസിന്റെ കൺട്രാക്ഷന് വേണ്ടിയിട്ട് ഓക്സിറ്റോക്സിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഓക്കെ ആയില്ലേ? അപ്പോൾ ഈ ഒരു ഭാഗം ഓക്കെ ആയില്ലേ? ഇനി അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. ഈ അടുത്ത ഭാഗത്തിലേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലീസിങ് ഹോർമോൺ എന്ത് ചെയ്യുന്നുണ്ട്? അതായത് ചില സമയത്ത് നമ്മുടെ ബോഡി, അതായത് നമ്മുടെ വീട്ടിലിപ്പോൾ നിങ്ങൾ പഠിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ പുഷ് ചെയ്യാനായിട്ട് ആര് വേണം? അമ്മ വേണം. എടാ പഠിക്കടാ, പഠിക്കടി എന്ന് പറയാൻ നമ്മളൊരാൾ പുഷ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അതായത് നിങ്ങൾ പഠിക്കുള്ളൂ. അതുപോലെ തന്നെ ആൻറ്റീരിയർ ഭാഗത്ത് റിലീസിങ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻറ്റീരിയർ ഭാഗം അപ്പം എന്ത് ചെയ്യുന്നുണ്ട്? ജോലി ചെയ്യണം. വേറെ റിലീസിങ് ഹോർമോൺ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ TSH, അതുപോലെ ACTH, GTH, പ്രൊലാക്റ്റിൻ, സൊമാറ്റോട്രോപ്പിൻ ഇത്രയും ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്.
ഓക്കെ, അതായത് റിലീസിങ് ഹോർമോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ആൻറ്റീരിയർ ഭാഗം അല്ലെങ്കിൽ മുൻതളം വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, TSH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അതായത് തൈറോയ്ഡ് ഗ്ലാൻഡ് അവിടെ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് TSH കൊടുക്കുന്നുണ്ട്. ACTH, ആദ്യത്തെ പേരിൽ തന്നെ AC എന്താണ്, അഡ്രിനലിലെ കോർട്ടെക്സിന്റെ ഭാഗത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനാണ് ACTH, സ്റ്റിമുലേറ്റ് അഡ്രിനൽ കോർട്ടെക്സ്. ഇനി അടുത്ത GTH, ഗൊണാഡ്സുകളെ. ഓക്കെ, അനദർ ടെസ്റ്റിസ് ഓവറി, അതായത് സ്ത്രീകളിലാണെങ്കിൽ ഓവറിയാണ്, പുരുഷന്മാരിലാണ് ടെസ്റ്റിസ് ആണ്, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനാണ് GTH ചെയ്യുന്നത്. ഇനി പ്രൊലാക്റ്റിൻ ആണ് പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്, അതായത് സ്ത്രീകളിലെ പാൽ ഉൽപാദനം, മുലപ്പാൽ, അതായത് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുലപ്പാൽ ഉൽപാദനം വേണമല്ലോ, അതിന് സഹായിക്കുന്നതാണ് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ മക്കൾ, ഇത് ഹൈപ്പോതലാമസ് ബ്രെയിൻ ആണ് ഇത് റിലീസിങ് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ആർക്ക്? ആൻറ്റീരിയർ ഭാഗത്തിന്, നമ്മുടെ പിറ്റ്യൂട്ടറിയിലെ. അപ്പോൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഈ പറഞ്ഞ പോലെ ഡെലിവറി കഴിഞ്ഞ ആൾക്കാർക്ക് എപ്പോഴും നമ്മൾ സന്തോഷമായിരിക്കുന്ന ഒരു എൻവയോൺമെൻറ്റ് ആയിരിക്കണം സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം കറക്റ്റായിട്ട് അവർ ഹാപ്പി ആയിരുന്നാൽ മാത്രമാണ് ഈ ഹൈപ്പോതലാമസ് ഇത്തരം റിലീസിങ് ഹോർമോൺസിനെയൊക്കെ സെക്രീറ്റ് ചെയ്യുള്ളൂ. എന്നാൽ മാത്രമാണ് അമ്മയിൽ അല്ലെങ്കിൽ ആ ഒരു ലേഡിയിൽ എന്തുണ്ടാവുള്ളൂ, പാലിൻ്റെ ഉൽപ്പാദനം കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രൊലാക്റ്റിൻ എന്താണ്, പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ആണ് കേട്ടോ. ഇനി സൊമാറ്റോട്രോപ്പിൻ ഗ്രോത്ത് ഹോർമോൺ ആണ്, അതായത് വളർച്ചയെ സഹായിക്കുന്നതാണ് ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി ഇത്രയും ഹോർമോണുകൾ നമ്മുടെ ആൻറ്റീരിയർ ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, ഉൽപ്പാദിപ്പിച്ച് സെക്രീറ്റ് ചെയ്തൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇത് ആവശ്യത്തിന് മതിയാവുമ്പോൾ നമ്മുടെ ഇൻഹിബിറ്ററി ഹോർമോൺ വന്നിട്ട് പറയും മതി, ആവശ്യത്തിനായിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ആൻറ്റീരിയർ പാർട്ട് എന്താണ്, TSH ആയിക്കോട്ടെ, ACTH ആയിക്കോട്ടെ, GTH ആയിക്കോട്ടെ, പ്രൊലാക്റ്റിൻ ആയിക്കോട്ടെ, സൊമാറ്റോട്രോപ്പിൻ, ഇതിനൊക്കെ നിർത്തുന്നുണ്ട്. ഓക്കെ, അതായത് ഹൈപ്പോതലാമസ് റിലീസ് ചെയ്യാൻ പറയുമ്പോൾ മാത്രമാണ് ചെയ്യുന്നത്, ഇൻഹിബിറ്റ് ചെയ്യാൻ പറയുമ്പോൾ തന്നെ അതൊക്കെ നിർത്തിയും വെക്കുന്നുണ്ട്. ഓക്കെ അല്ലേ, സെറ്റിൽ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ, ഇതുപോലെയാണ് കൊടുത്തിരിക്കുന്നത്. സെറ്റല്ലേ? ഓൾറെഡി ഫങ്ഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞത്. ഇനി ബിഹൈൻഡ് ദ ഗ്രോത്ത്, വളർച്ചയ്ക്ക് പിന്നിൽ, നമ്മളൊക്കെ അത് ജനിച്ചപ്പോൾ ഇത്ര ഉണ്ടായുള്ളൂ, ഇപ്പോൾ വലുതായി ഇപ്പം എന്താ എൻ്റെ മുന്നിലിരിക്കുന്ന ഇത്രയും വലിയ പിള്ളേരായിട്ട് മാറി. ഇത് എങ്ങനെയാണെന്നാണ് പറയുന്നത് കേട്ടോ. അതായത് വളർച്ചയെ നിയന്ത്രിക്കുന്ന എന്ത് തന്നെയാണ്, ഹോർമോണാണ്. ഹോർമോൺ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. കാരണം വളർച്ചയെ സഹായിക്കുന്നുണ്ട്. അവൾ നമ്മുടെ ബോഡിയിലെ എല്ലാ കാര്യങ്ങളെയും റെഗുലേറ്റ് ചെയ്യുന്നതിനായിട്ട് നിർണായക പങ്കാണ് നമ്മുടെ ഹോർമോൺസിനുള്ളത്. അപ്പോൾ മിക്ക ശരീര ഭാഗങ്ങളിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ സെൽ ഡിവിഷൻ നടന്നിട്ടാണ്, അല്ലെങ്കിൽ മൈറ്റോസിസ് എന്ന് പറയുന്ന സംഭവം നടന്നിട്ടാണ് അവിടെ ഈ പറഞ്ഞ ഒരു കോശത്തിന് പകരം അടുത്ത കോശം അങ്ങനെ വന്ന് നമ്മൾ ഹൈറ്റ് കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്ന ആരാണ്, ഈ ഹോർമോണാണ്. ഈ ഹോർമോണിൻ്റെ പേരാണ് സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത്. ഈ സൊമാറ്റോട്രോപ്പിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ മക്കളെ. പക്ഷേ ഈ സൊമാറ്റോട്രോപ്പിൻ കൂടിയാലും കുറഞ്ഞാലൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ചില ആൾക്കാരിൽ ഈ വളർച്ചാ സമയത്ത് സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാലുണ്ടാകുന്ന കണ്ടീഷനാണ് ഡോർഫിസം. മലയാളത്തിൽ പറയുന്നത് വാമനത്വം എന്നാണ് കേട്ടോ. അതായത് അവർക്ക് എന്ത് ഹൈറ്റ് വെക്കില്ല, ഇതുപോലെ ഇരിക്കും കേട്ടോ. കാരണം ഇതുപോലത്തെ ഒരു കണ്ടീഷനായിരിക്കും, അവർ ഹൈറ്റ് അധികം വെക്കില്ല, അങ്ങനത്തെ എപ്പോഴും ഹൈറ്റ് കുറഞ്ഞായിരിക്കും. അവരിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം വളരെ കുറവായിരിക്കും. ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ജൈജാൻഡിസം അല്ലെങ്കിൽ ഭീമാകാരത്വം എന്നാണ് മലയാളത്തിൽ പറയുന്നത് അല്ലേ. അതെ, ഭീമാകാരത്വം എന്ന് പറയുന്നത്. അവർക്ക് സൊമാറ്റോട്രോപ്പിൻ്റെ പ്രൊഡക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അതായത് സൊമാറ്റോട്രോപ്പിൻ ഉണ്ടെങ്കിൽ മാത്രമേ വളരുള്ളൂ, അത് വേറെ കാര്യം. അവർക്ക് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അവരത് ഭയങ്കരമായിട്ട് ഹൈറ്റ് വെച്ചു പോകും. ഓക്കെ, അത്തരം ആൾക്കാരാണ് എന്താ ഭീമാകാരത്വം അല്ലെങ്കിൽ ജൈജാൻഡിസം എന്ന് പറയുന്നത്. ഇവരെ കണ്ടോ, ഇത് ഒന്നുമില്ല കേട്ടോ, കറക്റ്റ് ആയിട്ടുള്ള ആൾ തന്നെയാണ്. അപ്പോൾ ഇതാണ് ജൈജാൻഡിസം എന്ന് പറയുന്നത്. കാരണം അവർ ഭയങ്കരമായിട്ട് സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം അവർക്ക് കൂടുതലായിരിക്കും. കണ്ടോ, ഇയാൾ അങ്ങനെയാണ്. ഇതെന്താണ് ജൈജാൻഡിസം അല്ലെങ്കിൽ ഭീമാകാരത്തിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഇമേജാണ്, ജൈജാൻഡിസം. ഓക്കെ, ഇത് എന്താണ്, ഡോർഫിസത്തിനാണ്. ഓക്കെ, ഇനി അടുത്തത് പഠിക്കുന്നത് അക്രോമെഗാലി. അതായത് വളർച്ചാ സമയത്ത് കുറഞ്ഞാലുണ്ടാകുന്ന ഡോർഫിസം, കൂടിയാലുണ്ടാകുന്നത് എന്താണ്, ജൈജാൻഡിസം അല്ലെ ഭീമാകാരത്വം. ഇനി ഗ്രോത്ത് ഫേസ് കഴിഞ്ഞിട്ടും സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടുതലായിട്ട് കാണാറുണ്ട്. അതായത് നമ്മൾ നോർമലി ഒരു 22-25 വയസ്സ് വരെ മാക്സിമം വളരുന്നു. ചില ആൾക്കാരിൽ 30 വയസ്സ് കഴിയുമ്പോഴായിരിക്കും വീണ്ടും സൊമാറ്റോട്രോപ്പിൻ്റെ പ്രൊഡക്ഷൻ വരുന്നത്. ശരിക്കും നമുക്ക് ആവശ്യമില്ലല്ലോ, നമ്മുടെ വളർച്ചയൊക്കെ കഴിഞ്ഞില്ലേ, നമ്മുടെ ഹൈറ്റ് വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇനി സൊമാറ്റോട്രോപ്പിൻ്റെ കാര്യമില്ല. പക്ഷേ ചില ആൾക്കാരിൽ സൊമാറ്റോട്രോപ്പിൻ്റെ പ്രൊഡക്ഷൻ ഗ്രോത്ത് ഫേസ് കഴിഞ്ഞാലും ഉണ്ടാകുന്നു. വളർച്ച പൂർത്തിയാക്കിയതിന് ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടുന്നു. അതുവഴി ഉണ്ടാകുന്ന കണ്ടീഷനാണ് അക്രോമെഗാലി എന്ന് പറയുന്നത്. ഇതെന്താണ്, നമ്മുടെ കൈപ്പത്തി ആയിക്കോട്ടെ, കാലിൻ്റെ പാദമായിക്കോട്ടെ, അതൊക്കെ വളരാൻ തുടങ്ങും. അതുപോലെ താടിയില്ല, അത് വളരാൻ തുടങ്ങും. ശരീരഭാഗങ്ങൾ അമിതമായിട്ട് വളരാൻ വരുന്ന കണ്ടീഷനാണ് അക്രോമെഗാലി. കണ്ടോ, ഇയാൾ അക്രോമെഗാലിയാണ് കേട്ടോ. ഓക്കെ, ഇത് മിസ് കുറച്ച് പിക്ചേഴ്സ് ചേർന്നതാണ്. കണ്ടോ, ഇത് നോർമൽ കൈയാണ്, ഇത് അക്രോമെഗാലി ബാധിച്ച ഒരാളുടെ കൈയാണ്. ഭയങ്കര വലുതായിരിക്കും അവരുടെ കൈ. ഇനി അടുത്തത് വാട്ടർ ബാലൻസ്. അതായത് നമ്മൾ പറഞ്ഞിരുന്നു വാസോപ്രസിൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡിയിലെ വാട്ടർ ബാലൻസിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. യെസ്, അതിനായിട്ട് നമ്മുടെ ബോഡിയിൽ വാട്ടർ എങ്ങാനും കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കണം. ആദ്യം കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വാട്ടറിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈപ്പോതലാമസ് എന്ത് ചെയ്യുന്നുണ്ട്, വാസോപ്രസിനെ ഉൽപ്പാദിപ്പിക്കുന്നു. വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ, ഞാൻ ഷോർട്ട് ഫോം ആയിട്ട് എഴുതുന്നത് കേട്ടോ. വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അതായത് വാസോപ്രസിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ വാസോപ്രസിൻ എന്ത് ചെയ്യുന്നുണ്ട്, കിഡ്നിയിൽ നിന്നിട്ട് വാട്ടറിനെ റീഅബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ആവശ്യത്തിന് വെള്ളമില്ല, അതായത് വേനൽക്കാലമാണ്, ഭയങ്കരമായിട്ട് വേർത്തുപോയി, നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള വെള്ളം ഇല്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഹൈപ്പോതലാമസ് വാസോപ്രസിനെ പ്രൊഡക്ഷൻ ചെയ്യുന്നു. വാസോപ്രസിനെ അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കിഡ്നി ചെന്നിട്ട് റീഅബ്സോർപ്ഷൻ റേറ്റ് കൂട്ടും. അതായത് കിഡ്നിയിൽ നിന്ന് വെള്ളം, അതായത് നമ്മുടെ യൂറിനാക്കി മാറ്റണ്ട, നമുക്ക് വെള്ളം ശരീരത്തിന് ആവശ്യമുള്ളതില്ല, അപ്പം നമുക്ക് വേണമെന്ന് നമ്മുടെ കിഡ്നിയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നു. റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ കൂട്ടുന്നു, ഇൻക്രീസ് ആവുന്നു മുകളിൽ ഇതാട്ടോ, ഇൻക്രീസ് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം കിഡ്നിയിൽ നിന്നിട്ട് വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ ഇൻക്രീസ് ആകുന്നുണ്ട്. അത് ഇൻക്രീസ് ആകുന്ന വഴി എന്താണ്, നമ്മുടെ യൂറിൻ്റെ അളവ് കുറയുന്നു, ഡിക്രീസ് ആകുന്നു. അതാണ് ജലത്തിൻ്റെ അളവ് കുറഞ്ഞാലുണ്ടാകുന്ന കണ്ടീഷൻ. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി മിസ് പറയാം, നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള വെള്ളമില്ല, മൊത്തം വേർത്ത് പോയി, മൊത്തം ഭയങ്കര ചൂടാണ്, നമ്മൾ വെള്ളം കുടിച്ചില്ല, അങ്ങനത്തെ കണ്ടീഷൻ വരുമ്പോൾ നമ്മുടെ ഹൈപ്പോതലാമസ് എന്ത് ചെയ്യുന്നുണ്ട്, വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്താണ് വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ, ഉൽപ്പാദനം കൂട്ടുന്നത് വഴി എന്താണ്, കിഡ്നിയിൽ നിന്നിട്ടുള്ള ജലത്തിൻ്റെ പുനരാഗിരണവും കൂടുന്നു, അല്ലെങ്കിൽ കിഡ്നിയിൽ നിന്നുള്ള ജലത്തിൻ്റെ റീഅബ്സോർപ്ഷൻ കൂടുന്നുണ്ട്. അതുവഴി നമുക്ക് യൂറിൻ്റെ അളവ് കുറയും. കാരണം യൂറിനാക്കി മാറ്റി വെച്ചിരുന്ന വെള്ളമാണ് നമ്മൾ ബോഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇനി കൂടിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ മഴക്കാലമൊക്കെയാണ് അല്ലെങ്കിൽ മഞ്ഞുകാലമൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്താ, നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടാകും. അപ്പോൾ എന്താണ്, വാസോപ്രസിൻ എന്ത് ചെയ്യുന്നു, പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു. വാസോപ്രസിൻ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുന്നു, ഡിക്രീസ് ആണ്. അതായത് വാസോപ്രസിൻ വേണ്ട, കാര്യം ആവശ്യത്തിന് വെള്ളം ഉണ്ടല്ലോ. അതുവഴി എന്താണ്, നമ്മുടെ ഈ പറഞ്ഞ പോലെ കിഡ്നിയിൽ നിന്ന് വെള്ളം വേണോ, വേണ്ട, അതിൻ്റെ റീഅബ്സോർപ്ഷൻ റേറ്റ് കുറയുന്നു. ഓക്കെ, അതായത് കിഡ്നിയിൽ നിന്നിട്ട് റീഅബ്സോർബ് ചെയ്യുന്നില്ല, റീഅബ്സോർപ്ഷൻ കുറയുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ഇനി അതിനുശേഷം എന്താണ്, യൂറിൻ്റെ അളവ് എന്തായിരിക്കും, കൂടുന്നു. അതുകൊണ്ട് നമുക്ക് എന്താണ്, യൂറിൻ ഫോർമേഷൻ ഇൻക്രീസ്, അതായത് നമ്മുടെ ഈ പറഞ്ഞ യൂറിൻ്റെ അളവ്, മൂത്രത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മഴക്കാലത്ത് യൂറിൻ്റെ അളവ് കൂടുതലും, വേനൽക്കാലത്ത് യൂറിൻ്റെ അളവ് കുറയും. അപ്പോൾ വാസോപ്രസിന് അതിനകത്ത് മുഖ്യമായ പങ്കുണ്ട് കേട്ടോ. ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കുക, കാര്യം വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ അല്ലേടാ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ശരീരത്തിൽ വെള്ളമില്ലാന്ന് എഴുതിക്കോ, അപ്പോൾ എന്ത് ചെയ്യുന്നു, വാസോപ്രസിൻ അങ്ങ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. അതുവഴി കിഡ്നിയിൽ നിന്നിട്ട് റീഅബ്സോർപ്ഷൻ കൊടുക്കും. കിഡ്നിയിൽ നിന്ന് വെള്ളം നിങ്ങൾ ആവശ്യമില്ലാതെ കളയേണ്ട കാര്യം, യൂറിനായിട്ട് പോലും കളയേണ്ട, നമുക്ക് ആവശ്യമുള്ളതാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് റീഅബ്സോർബ് ചെയ്തെടുക്കുന്നു. അതുവഴി യൂറിൻ്റെ അളവ് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ശരീരത്തിന് വെള്ളം ഇല്ലാന്ന് കാണുമ്പോഴാണ് വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. അത് മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കൂടുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷൻ. അപ്പോൾ കൊടുത്തിരിക്കുന്ന ഇതാണ് പിറ്റ്യൂട്ടറിയിലെ നമ്മുടെ ഈ പറയുന്ന ആൻറ്റീരിയർ പിന്തളം അല്ലെങ്കിൽ എന്താണ് നമ്മൾ അതിനെ പറയുന്നത്, എന്താണ്, പോസ്റ്റീരിയർ ഭാഗം എന്താണ്, വാസോപ്രസിനെ അല്ലെങ്കിൽ ADH എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ വാസോപ്രസിനെ ADH എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ADH ഹോർമോൺ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ വാട്ടറിൻ്റെ ബാലൻസ് കറക്റ്റ് ആക്കുന്നത്. ഓക്കെ, ADH ഹോർമോണാണ് നമ്മുടെ ബോഡിയിലെ വാട്ടർ ബാലൻസ് കറക്റ്റ് ആക്കുന്നത്. അപ്പോൾ വേനൽക്കാലത്ത് അമിതമായിട്ട് ചൂടെടുക്കുന്നു, വിയർക്കുന്നു, അങ്ങനെയുള്ള കാര്യം വരെ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണം നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് നടക്കുന്നു. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു, വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടുന്നു. അതുവഴി വാസോപ്രസിൻ വൃക്കയിൽ നിന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കിഡ്നിയിൽ നിന്നിട്ട് റീഅബ്സോർപ്ഷൻ കൂട്ടുന്നു, അല്ല പുനരാഗിരണം വർദ്ധിപ്പിക്കുന്നു. അത് ഫലമായി മൂത്രത്തിൻ്റെ അളവ് കുറയുന്നു. അതേസമയം ഡ്യൂറിങ് ദ വിന്റർ, ശൈത്യകാലങ്ങളിലോ അങ്ങനെയുള്ള സമയത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിലധികം വെള്ളം ഉണ്ടാകുന്നു. അപ്പോൾ വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുന്നു, റീഅബ്സോർപ്ഷൻ്റെ റേറ്റും ഡിക്രീസ് ചെയ്യുന്നു. അതുവഴി യൂറിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി റീപ്രൊഡക്ഷൻ ആൻഡ് ബർത്ത് ഹോർമോൺസ് റിലേറ്റഡ് ടു റീപ്രൊഡക്ഷൻ, അതായത് പ്രത്യുൽപാദന ഹോർമോണും അവയുടെ ധർമ്മമാണ്. അതിനകത്ത് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ കേസാണ് പറയുന്നത്. ടെസ്റ്റോസ്റ്റിറോൺ പുരുഷനിൽ കാണപ്പെടുന്ന ഹോർമോണാണ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി എന്ന് പറയുന്ന ടെസ്റ്റിസ് അഥവാ വൃക്ഷണങ്ങളാണ്. അതെന്ത് ചെയ്യുന്നത്, ദ ആക്ടിവിറ്റി ഓഫ് മെയിൽ സെക്സ് ഓർഗൻ്റെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് നോക്കുന്നത് ആരാണ്, ടെസ്റ്റോസ്റ്റിറോൺ ആണ്. സ്പോം പ്രൊഡക്ഷൻ അഥവാ പുംബീജത്തിൻ്റെ ഉൽപ്പാദനം ആരാണ് ചെയ്യുന്നത്, ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണാണ്. ഇത് കൗമാരകാലം, നിങ്ങളുടെ ഈ ഒരു ഏജിലാണ് ഈ ഒരു ഹോർമോൺ വരുന്നത് കേട്ടോ. ഇനി കൺട്രോൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, അതായത് നിങ്ങൾ ഈ കൗമാര കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ ടൈമിലാണ് ഈ പറയുന്ന ടെസ്റ്റോസ്റ്റിറോണെ റിലീസ് ചെയ്യുന്നത്. ആ ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈറ്റ് വെക്കുന്നുണ്ട്, നിങ്ങളുടെ ശബ്ദത്തിൽ മാറ്റമൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെഞ്ചിലൊക്കെ ഹെയർസ് വരുന്നു, കക്ഷത്തിലൊക്കെ ഹെയർസ് വരുന്നു, ജെനറ്റിക്കൽ ഓർഗൻസ് ഒക്കെ എൻലാർജ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ആരാണ്, ഈ പറയുന്ന ടെസ്റ്റോസ്റ്റിറോൺ പറഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺസ് ടെസ്റ്റിസ് റിലീസ് ചെയ്തിട്ടാണ് കേട്ടോ. അത് ഈ ഒരു കൗമാര കാലഘട്ടം അല്ലെങ്കിൽ പ്യൂബർട്ടി സ്റ്റേജിലാണ് നോർമലി അത് റിലീസ് ചെയ്യുന്നത്. ഇനി
ഇത് സ്ത്രീകളിലെ പെൺകുട്ടികളിലുള്ള ഹോർമോണാണ് ഈസ്ട്രോജൻ എന്ന് പറയുന്നത്. ഓവറി അഥവാ അണ്ടാശയമാണ് ഇതിന് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഓവറി അല്ലെങ്കിൽ അണ്ടാശയം എന്ന് പറയുന്നു. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഫീമെയിൽ സെക്സ് ഓർഗൻ്റെ ആക്ടിവിറ്റീസ്, അതായത് സ്ത്രീ ലൈംഗിക അവയവത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈസ്ട്രോജൻ ആണ്. പ്രൊഡക്ഷൻ ഓഫ് ഓവം, അണ്ടാശയത്തിൻ്റെ ഉൽപ്പാദനം, അല്ലെങ്കിൽ അണ്ടത്തിൻ്റെ ഉൽപ്പാദനം, അണ്ടാശയം കേട്ടോ, അണ്ടത്തിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ഈസ്ട്രോജൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെൻസ്ട്രൽ സൈക്കിൾ, അതായത് മെൻസ്ട്രേഷൻ, അത് മെൻസസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ആർത്തവ ചക്രമൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഈസ്ട്രോജൻ ആണ്. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സും കൺട്രോൾ ചെയ്യുന്നത്, അതായത് സ്ത്രീകളായാലും അല്ലെങ്കിൽ പെൺകുട്ടികളായാലും കൗമാര കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് ബോഡി ചേഞ്ചസ് വരുന്നുണ്ട് അല്ലേ? അതായത് അവരും ഇതുപോലെ ബോഡിയുടെ ലാംഗ്വേജ്, അത് ബോഡി ഷേപ്പ് ഒക്കെ മാറുന്നുണ്ട്. അതുപോലെ ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ്, ബ്രസ്റ്റിൻ്റെ സൈസ് കൂടുന്നുണ്ട്. അവർക്കും ഇതുപോലെ കക്ഷം ഭാഗങ്ങളിലൊക്കെ ഹെയർസ് വരാൻ തുടങ്ങുന്നുണ്ട്. ജെനിറ്റൽ ഓർഗൻസിലൊക്കെ ഹെയർസ് വരാൻ തുടങ്ങുന്നുണ്ട്. അതൊക്കെ എന്താണ്? ഈ പറയുന്ന ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത് കൺട്രോൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്നുള്ളത്. ഇനി പ്രൊജസ്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? അതും ഈ പറയുന്ന പോലെ സ്ത്രീകൾക്ക് 2 ഹോർമോൺസ് ആണ് ഉള്ളത്. അതായത് ഈസ്ട്രോജനും ഉണ്ട്, പ്രൊജസ്ട്രോണും ഉണ്ട്. ഒരെണ്ണം പഠിച്ചില്ലേ? ഈസ്ട്രോജൻ്റെ ഒപ്പം പ്രൊജസ്ട്രോണും സ്ത്രീകളുടെ ഹോർമോണാണ്. അത് ഓവറി, അണ്ടാശയം തന്നെയാണ് സെക്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്? അതായത് ഒരു സ്ത്രീ ഗർഭിണിയാവുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ ആ കുട്ടീനെ, ഫീറ്റസിനെ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കുന്ന ആരാണ്? പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണാണ്. അതുകൊണ്ട് തന്നെ ഗർഭകാലഘട്ടത്തിലാണ് പ്രൊജസ്ട്രോണിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നെ മെൻസ്ട്രൽ സൈക്കിൾ, ആർത്തവചക്രം. ഓക്കെ, ആർത്തവചക്രം റെഗുലേറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ അത് തന്നെ ആർത്തവചക്രം റെഗുലേറ്റ് ചെയ്യുന്നതിലും എന്താണ് ഈ പറയുന്ന പ്രൊജസ്ട്രോൺ പങ്കുവയ്ക്കുന്നുണ്ട്. ഇനി പ്രൊലാക്റ്റിൻ ഓൾറെഡി നമ്മൾ പഠിച്ചാണ്. പ്രൊലാക്റ്റിൻ എന്താണെന്ന് അറിയാമോ? ആൻറ്റീരിയർ ഭാഗം, ഓക്കെ, ആൻറ്റീരിയർ ഭാഗം ചെയ്യുന്ന മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതായത് സ്ത്രീകളിൽ ഈ പറഞ്ഞ ഡെലിവറി കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞതിന് ശേഷം മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഓക്സിറ്റോക്സിൻ ഓൾറെഡി പറഞ്ഞതാണ്. അതും ഹൈപ്പോതലാമസ് തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ പോലെ യൂട്രെയിൻ വാൾ, സ്മൂത്ത് മസിൽസിൻ്റെ കൺട്രാക്ഷനായിട്ട്, ഗർഭാശയത്തിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതായത് ഡെലിവറി ടൈമിലൊക്കെ ഈ പറയുന്ന യൂട്രസ് കൺട്രാക്ട് ചെയ്യും, അതുപോലെ തന്നെ വീർക്കുകയും, അതായത് റിലാക്സ് ചെയ്യുകയും ചെയ്യുന്ന വഴിയിട്ടാണ് നോർമൽ ഡെലിവറി നടക്കുന്നത്. ആ നോർമൽ ഡെലിവറി നടക്കാനായിട്ട് അവിടുത്തെ സ്മൂത്ത് മസിൽസിനെ കൺട്രാക്ഷനും അതുപോലെ തന്നെ റിലാക്സേഷനും സഹായിക്കുന്ന ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. അതുപോലെ മിൽക്കിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇതും ഓക്സിറ്റോക്സിനും മിൽക്കിൻ്റെ ലാക്ടേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇത് മലയാളത്തിൽ കൊടുത്തുന്നുള്ള ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. ഇനി ഫിറമോൺസ് ആണ് ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലെ. ഫിറമോൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ജീവികൾ അവയുടെ അതേ സ്പീഷീസിലുള്ള ജീവികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ആശയവിനിമയം നടത്തുന്ന, ചുറ്റുപാടിലുള്ള ഒരു രാസവസ്തുക്കൾ സ്രവിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാം. ഉറുമ്പായിക്കോട്ടെ, ഉറുമ്പ് കറക്റ്റ് നിരനിരയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. കാരണം എന്താ? ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, അവരുടെ സ്പീഷീസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ആശയവിനിമയത്തിനായിട്ട് ചുറ്റുപാടിലേക്ക് ചില രാസവസ്തുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ്? സ്രവിക്കുന്നുണ്ട്. ഇതിനെയാണ് ഫെറമോൺസുകൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇതിനെയാണ് ഫെറമോൺസ് എന്ന് വിളിക്കുന്നത്. സാധാരണയായിട്ട് ഈ ഫെറമോൺസുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് സെയിം സ്പീഷീസ്, അതായത് ഒരേ വർഗ്ഗത്തിലല്ല ഒരേ സ്പീഷീസിലുള്ള ആൾക്കാരെ തമ്മിൽ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫെറമോൺസ് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്കൊരു 5 തരത്തിലുള്ള ഫെറമോൺസ് പഠിക്കാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ 5 തരം ഉണ്ടായിരുന്നില്ല, ഈ വർഷം വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ഫസ്റ്റ് അത് ടെറിട്ടോറിയൽ ഫെറമോൺസ്, മലയാളം അത് തന്നെയാണ് കേട്ടോ, ടെറിട്ടോറിയൽ ഫെറമോൺസ്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ഥലത്തിൻ്റെ പരിമിതി, അതായത് നമ്മുടെ വാസസ്ഥലം, നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ, അത് പരിമിതി നിർണ്ണയിക്കുന്ന ആരാണ്? ടെറിട്ടോറിയൽ ഫെറമോൺസ് ആണ്. ഇനി അഗ്രിഗേഷൻ ഫെറമോൺസ്, മലയാള മീഡിയവും അഗ്രിഗേഷൻ ഫെറമോൺസ് എന്നാണ് പറയുന്നത്. ആഹാര ലഭ്യത കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ജീവികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഫെറമോണാണ് അഗ്രിഗേഷൻ ഫെറമോൺ. ഇനി അലാം ഫെറമോൺസ്, മലയാള മീഡിയവും അലാം ഫെറമോൺസ് എന്ന് പറയുന്നത് അപായ സൂചനകൾ നൽകി, അതായത് തൊട്ടപ്പുറത്ത് നമുക്കൊരു അപായം ഉണ്ട് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അലാം ഫെറമോൺസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. ട്രെയിൽ ഫെറമോൺസ്, അതായത് ഈ പറഞ്ഞ പോലെ ട്രയൽ ഫെറമോൺ തന്നെയാണ് മലയാളത്തിൽ പറയുന്നത്. സഞ്ചാരപാത, ആ ഒരു സഞ്ചാരപാത, നമ്മുടെ ഉറുമ്പൊക്കെ കറക്റ്റ് ഇങ്ങനെ നിരനിരയായിട്ട് പോകുന്നില്ല, അപ്പോൾ ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ട്രയൽ ഫെറമോൺസ് പറഞ്ഞാൽ. സെക്സ് ഫെറമോൺസ്, അതായത് ഇവർ അവരുടെ ഇണയെ, അല്ലെങ്കിൽ ടു അട്രാക്ട് മേറ്റ്, ഇണയെ അട്രാക്ട് ചെയ്യാൻ, ആകർഷിക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സെക്സ് ഫെറമോൺസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ് മിസ്സിന് അറിയാം, പക്ഷേ നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിന് വെയിറ്റ് കൂടുതൽ നല്ല ഉദ്ദേശിച്ചത് ഇതിൽ നിന്ന് മാർക്ക് കൂടുതലായിട്ട് എക്സാമിന് വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ലെങ്തി ചാപ്റ്റർ ആണെന്ന് വെച്ചിട്ട് ഉള്ള ടോപ്പിക്കുകളൊക്കെ എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും നമുക്ക് മാറ്റി വയ്ക്കാനില്ല. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ ബൈ, സീ യു.